എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് അസ്മാ ബീവി പറഞ്ഞത്, നിങ്ങളെ വധിക്കാൻ ഒരാൾ കടന്നു വരും, 3 വെട്ട് 3 കുത്തു നൽകി ആ സഹോദരൻ നിങ്ങളെ വധിക്കുമെന്ന് ഉമർ തങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞാൻ എന്റെ കാര്യങ്ങൾ അള്ളാഹുവിനെ പരമേൽപ്പിക്കുകയാണ്. രാത്രിയാണ് കാര്യം അറിഞ്ഞത്. രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെന്നു. സുബഹി നിസ്കാരത്തിന് ഇമാമത്തു നിന്നു. അപ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന അറബിയല്ലാത്ത അനർബിയായ സഹോദരൻ മദീന പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ആ വാളിൽ വിഷം മുക്കിയിട്ടുണ്ട്. മാസങ്ങളായി വിഷം മുക്കിയ കടാരയാണത്. ഉമർ തങ്ങൾ നിസ്കാരത്തിലേക്ക് കൈകെട്ടിയപ്പോഴാണ് ആ ഉമർ തങ്ങളുടെ ശരീരത്തേക്ക് 3ഓളം വെട്ടുകൾ വെട്ടുന്നത്. ഉമർ തങ്ങൾ ലോകത്തോടും വിട പറഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ ആളുകളൊക്കെ മുസ്ലിമീങ്ങളായ ശത്രുക്കളായ ആളുകളുടെ വെട്ടേറ്റ് ലോകത്തോട് വിട പറഞ്ഞു പോയ ആളുകളാണ്. ഏതെങ്കിലും ഒരു വെട്ടിന്റെയും ഏതെങ്കിലും ഒരു കുത്തിന്റെയും കഥ കേൾക്കുമ്പോ വികാരഭരിതരായി നിരത്തിലേക്ക് ഇറങ്ങരുത്, റോട്ടിലേക്ക് ഇറങ്ങരുത്. അഭയം പ്രാപിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യണം, സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം, വിജയം കൈവരിക്കാൻ വേണ്ടി, ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അല്ലാതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സമാധാന അന്തരീക്ഷമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്. മഹാനായ ഉമർ തങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞത് വെട്ടേറ്റിട്ടാണ്. ഉസ്മാൻ തങ്ങൾ ഇവിടെ പറഞ്ഞത് വെട്ടേറ്റിട്ടാണ്. അലി തങ്ങൾ ഇവിടെ പറഞ്ഞത് വെട്ടേറ്റിട്ടാണ്. ഹുസൈൻ തങ്ങൾ ഇവിടെ പറഞ്ഞത് വെട്ടേറ്റിട്ടാണ്. ഹസൻ റളിയല്ലാഹു അൻഹു മരിച്ചത് വിഷമേറ്റിട്ടാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ യോദ്ധാക്കളുടെ സ്വഹാബാക്കളുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾക്കറിയാം, അവരിൽ ഭൂരിഭാഗം ആളുകളും വെട്ടേറ്റ് രക്തസാക്ഷികളായി മരിച്ചുപോയ ആളുകളാണ്. അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയോ ഇവിടെ സൂറത്തു യാസീൻ ഓതിയ ആളുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ആരൊക്കെയായിരിക്കും കൈവക്കുക? സൂറത്ത് യാസീൻ രാത്രിയിലോ അല്ലെങ്കിൽ ഇന്ന് പകലിലോ ഓതി എത്ര ആളുകൾ ഉണ്ടാകും? ഒരാള്. മാഷാ അല്ലാഹ്, കുറെ ആളുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി കേൾക്കണം, മൻ ഖറഅ യാസീൻ ഹീന യുസ്ബിഹു, സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഒരാൾ സൂറത്തു യാസീൻ ഓതിയാൽ ഉഅതിയ യുസ്റു യൗമിഹി, ആ ദിവസത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, മൻ ഖറഅ യാസീൻ ഹീന യുസ്ബിഹു, സുബ്ഹിയുടെ സമയത്ത് ഒരാൾ യാസീൻ ഓതിയാൽ ഉഅതിയ യുസ്റു യൗമിഹി, ആ ദിവസത്തിൽ അയാൾക്ക് പ്രയാസങ്ങൾ അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കും. ആ ഹമ്മിങ് വരുന്നത് കുറച്ചിങ്ങോട്ട് തിരിക്കി, 2 ബോക്സ് അതിങ്ങോട്ട് 2 ബാക്കോട്ട് കൊടുക്കുക, നല്ല സൗണ്ട് ആക്കിയിട്ട് ബാക്കോട്ട് കൊടുക്കുക. അതേപോലെ രാത്രി രണ്ടും അങ്ങോട്ടായിക്കോട്ടെ, എന്നിട്ട് ഫുള്ള് മോണിറ്ററിൽ സൗണ്ട് കൊടുത്താൽ മതി. അതേപോലെ രാത്രിയിൽ ഒരാൾ ഓതിയാൽ രാത്രിയുടെ പ്രയാസങ്ങളും അല്ലാഹു എളുപ്പത്തിലാക്കുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സ്വർഗ്ഗത്തിലെത്തിയാൽ അവിടെ ആരാധനയില്ല, അവിടെ സുഖങ്ങളാണ്. സ്വർഗ്ഗത്തിന്റെ മഹത്വങ്ങള്, സ്വർഗ്ഗത്തിന്റെ സുഖങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. നാളെയോ മറ്റന്നാളോ ആയി ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ സ്വർഗ്ഗത്തിലെത്തിയാൽ എല്ലാവരും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഗാനങ്ങളായി പാട്ടുകളെക്കാളും മാധുര്യത്തോടെ ആളുകൾ ഓതുന്ന ഒരു സൂറത്തുണ്ട്. അത് സൂറത്തു യാസീൻ ആണെന്ന് മഹാനായ ശഹർ ഇബ്നു ഹൗസബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. യാസീൻ സൂറത്ത് യഖറഉ അഹ്ലുൽ ജന്ന, സ്വർഗ്ഗവാസികളായ ആളുകൾ, സ്വർഗ്ഗക്കാരായ ആളുകൾ അവർ ഓതുന്ന സൂറത്ത് ത്വാഹ, മാ അൻസൽനൽ ഖുർആന ലിതഷ്ഖാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായ ത്വാഹ സൂറത്ത്, അത് സ്വർഗ്ഗത്തിൽ ആളുകൾ ഓതുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ മഹത്വങ്ങൾ ഒരുപാട് എണ്ണിത്തന്ന സൂറത്തു യാസീൻ എല്ലാവരും നാളെ സ്വർഗീയ ലോകത്ത് പാരായണം ചെയ്യുമെന്നും ശഹർ ഇബ്നു ഹൗസബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. യഹ്യ ഇബ്നു അബീ കസീർ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഖറഅ സൂറത്ത യാസീൻ, ഒരാൾ
പരിശുദ്ധമായ സൂറത്തു യാസീൻ രാത്രിയിൽ പാരായണം ചെയ്താൽ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുസ്ബിഹ, സുബഹിയുടെ സമയം വരെ, പ്രഭാതം വരെ, സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ അയാൾക്ക് സന്തോഷത്തിലായിരിക്കും. അയാൾക്ക് അല്ലാഹു ആനന്ദം നൽകുമെന്നും സന്തോഷം നൽകുമെന്നും യഹ്യ ഇബ്നു അബീ കസീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വമൻ ഖറഅ ഹീന യുസ്ബിഹു, സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസി, വൈകുന്നേരം വരെ അയാൾ സന്തോഷത്തിലായിരിക്കും. വഖദ് ഹദ്ദസനി മൻ ജറബഹ, അനുഭവിച്ച ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഓതിയിട്ട് സന്തോഷം ലഭിക്കുന്ന ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനൊരു സംഭവം നമ്മോട് പഠിപ്പിക്കുന്നത്. രാവിലെയായാൽ ഇങ്ങനെ ഒരു നീയത്തോടുകൂടെ സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്താൽ വൈകുന്നേരം വരെ നമ്മൾക്ക് നിരാശയുണ്ടാവൂല, വൈകുന്നേരം വരെ നമ്മൾക്ക് ദുഃഖമുണ്ടാവൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ സൂറത്തു യാസീനിലേക്ക് കടക്കുകയാണ്. യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, തജ്വീദിന്റെ നിയമം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ നിങ്ങൾ ബാലരമ വായിക്കുന്നത് പോലെ, മനോരമ വായിക്കുന്നത് പോലെ ഓതിവിടരുത്. കഴിവിന്റെ പരമാവധി ഭംഗിയായി ഓതാൻ നോക്കണം. വളരെ ഭംഗിയായി തജ്വീദിന്റെ നിയമം മനസ്സിലാക്കി എത്ര മനോഹരമായി ഓതാൻ പറ്റുമോ അത്രയും മനോഹരമായി ഓതാൻ ശ്രമിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, വറത്തിലിൽ ഖുർആന തർതീല, വളരെ ഭംഗിയായി ഓതണം. തജ്വീദിന്റെ നിയമങ്ങൾ പഠിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ, അങ്ങനെയാണ് ഓതേണ്ടത്. അതിന് പകരം യാസീൻ, യായിനെ ഇവിടെ നീട്ടാൻ പാടില്ല. അതിവിടെ വിശദീകരിച്ചാൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. തജ്വീദിന്റെ നിയമം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ, 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ തജ്വീദിന്റെ കിതാബൊന്ന് വാങ്ങിക്കണം. അതെല്ലാവർക്കും മനസ്സിലാകുന്ന അറബി മലയാളത്തിലുള്ള ഗ്രന്ഥമാണത്, അറബിയിലുള്ളതല്ല, അറബി മലയാളത്തിലുള്ള പുസ്തകമാണത്. അതൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാനും പഠിക്കാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് 4ാം ക്ലാസ്സുകാരന്റെ 5ാം ക്ലാസ്സുകാരന്റെ തജ്വീദിന്റെ പുസ്തകം വായിച്ച് നമ്മുടെ പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം വളരെ ഭംഗിയായി ഓതാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യാസീൻ പല അഭിപ്രായങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരാണിതെന്ന അഭിപ്രായമുണ്ട്. യാസീൻ നബി തങ്ങളെ വിളിച്ചതാണ്. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു എനിക്ക് ഒരുപാട് പേരുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് മുഹമ്മദ്, അതിലൊന്നാണ് അഹ്മദ്, അതിലൊന്നാണ് ത്വാഹ, അതിലൊന്നാണ് യാസീൻ. നബി തങ്ങളുടെ പേരാണെന്ന അഭിപ്രായമുണ്ട്. ചില ആളുകൾ പറയും ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാൽ പ്രതിഫലം ലഭിക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ട്, ഇല്ലേ? ഒരു കാലത്ത് ഇപ്പൊ ഉണ്ടോന്നറിയില്ല, ഒരു കാലത്ത് നോട്ടീസ് വരെ ഇറക്കി വിട്ടിരുന്നു, ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാൽ ഒരു പ്രതിഫലം കിട്ടൂല, പത്രം വായിക്കുന്നത് പോലെ ആവും. അങ്ങനെയാണോ? അല്ലല്ല, അർത്ഥം അറിഞ്ഞു ഓതുമ്പോഴുള്ള ഒരു മാറ്റം അത് വേറെയാണ്. പക്ഷെ അർത്ഥം അറിയാതെ ഓതിയാൽ പ്രതിഫലം കിട്ടൂല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അർത്ഥമറിഞ്ഞില്ലെങ്കിലും ഇതിന് പ്രതിഫലം ലഭിക്കും. അങ്ങനെ പറയുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, യാസീൻ ഇതിന്റെ അർത്ഥമൊന്ന് നിങ്ങൾ പറഞ്ഞു തരോ? അലിഫ് ലാം മീം ഇതിന്റെ അർത്ഥമൊന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ? കാഫ് ഹാ യാ ഐൻ സ്വാദ് ഇതിന്റെ അർത്ഥമൊന്ന് പറഞ്ഞു തരോ? അലിഫ് ലാം റാ ഇതിന്റെ അർത്ഥമൊന്ന് പറഞ്ഞു തരോ? നൂൻ ഇതിന്റെ അർത്ഥമൊന്ന്, ഖാഫ് ഇതിന്റെ അർത്ഥമൊന്ന് പറഞ്ഞു തരോ? അർത്ഥമറിയാതെ ഓതിയാൽ പ്രതിഫലം ലഭിക്കൂല എന്ന നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഇതിന് കൂലി കിട്ടൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരാൾ ബിസ്മില്ലി യാസീൻ എന്നോതിയാൽ അതിന് പ്രതിഫലം ലഭിക്കൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അർത്ഥമറിയാതെ യാസീൻ എന്നോതിയാൽ പ്രതിഫലം ലഭിക്കുമെന്ന് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അലിഫ് ലാം മീം
അത് 3 ഹർഫാണ്. ഒരു ഹർഫിന് 10 ഹസനത്താണ്, 10 പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. അലിഫിന് 10 പ്രതിഫലം, ലാമിന് 10 പ്രതിഫലം, മീമിന് 10 പ്രതിഫലം. അലിഫ് ലാം മീം എന്നോതുമ്പോൾ 30 പ്രതിഫലം ലഭിച്ചു. യാസീൻ എന്നോതുമ്പോഴും 30 പ്രതിഫലം ലഭിച്ചു. അതുകൊണ്ട് അർത്ഥമറിയാതെ ഓതിയാൽ പ്രതിഫലം ലഭിക്കൂല എന്ന് പറയരുത്. അർത്ഥമറിയാതെ ഓതലും ഇത് ഇബാദത്താണ്. പക്ഷേ എന്നാലും അർത്ഥം പഠിക്കണം സഹോദര. അർത്ഥം പഠിച്ചാലേ ഇതിന്റെ മാധുര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. യാസീൻ അല്ലാഹു അലമു ബിമുറാദി, അതിന്റെ അർത്ഥം എന്ത് എന്ന് അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. വൽ ഖുർആനിൽ ഹകീം, സാരസമ്പൂർണമായ പരിശുദ്ധമായ ഖുർആൻ തന്നെയാണ് സത്യം. വൽ ഖുർആനിൽ ഹകീം, തത്വസമ്പൂർണമായ ആശയം കൊണ്ടും ഘടന കൊണ്ടും സാഹിത്യം കൊണ്ടും സമ്പുഷ്ടമായ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായിട്ടും അങ്ങ് നബിയേ, യാ മുഹമ്മദ് നബിയേ, നിശ്ചയമായിട്ടും അങ്ങ് പ്രവാചകൻ തന്നെയാണ് നബിയേ. ഇന്നക, നിശ്ചയമായിട്ടും താങ്കൾ, ലമിനൽ മുർസലീൻ, പ്രവാചകർ തന്നെയാണ് നബിയേ. നിങ്ങൾ നബിയാണ്, നിങ്ങൾ നബിയാണ് എന്ന് പറയുന്നതും തീർച്ചയായും നിങ്ങൾ നബിയാണ് എന്ന് പറയുന്നതും തീർച്ചയായും നിങ്ങൾ നബി തന്നെയാണ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്റെ എംഫാറ്റിക് പ്രിപ്പോസിഷൻ എന്ന് ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ പറയും. എംഫാറ്റിക് പ്രിപ്പോസിഷൻ തഅ്കീദിന്റെ ഹർഫുകളാണിത്, ശക്തി നൽകുന്ന ഹർഫുകളാണ്. ഇന്നക, നിശ്ചയം നിങ്ങൾ, ലമിനൽ മുർസലീൻ, പ്രവാചകൻ തന്നെയാണ്. ഇങ്ങനെ പറയാൻ ഒരു കാരണം ഉണ്ടാകും, വെറുതെ ഇങ്ങനെ പറയൂല. ഇത് പറയാനുള്ള കാരണം മക്കക്കാരായ ആളുകൾ പറഞ്ഞു, ലസ്ത മുർസല, നിങ്ങൾ പ്രവാചകനല്ല, നിങ്ങൾ പ്രവാചകനല്ല, നിങ്ങൾ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കൂല. നിങ്ങളൊരു കവിയാണ്, നിങ്ങളൊരു ഭ്രാന്തനാണ്, നിങ്ങളൊരു സാഹിറാണ്, മജീഷ്യനാണ്, നിങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് മക്കക്കാരായ മുശ്രിക്കീങ്ങൾ പറഞ്ഞപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, അവർ പറയുന്നത് നുണയാണ്. ലമിനൽ മുർസലീൻ, നബിയേ അങ്ങ് പ്രവാചകൻ തന്നെയാണ്. ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ആക്ഷേപിച്ചാലും നിങ്ങൾ പ്രവാചകൻ തന്നെയാണ് നബിയേ. പ്രവാചകൻ മാത്രമാണോ? അല്ല. അലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാതയിലുള്ള, ചൊവ്വായ പാതയിൽ ശരിയായ വഴിയിലുള്ള പ്രവാചകനാണ്. കള്ളപ്രവാചകനല്ല, നുണ പറയുന്ന ആളല്ല, കളവ് പ്രചരിപ്പിക്കുന്ന ആളല്ല. അലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാതയിലുള്ള നേരായ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഉന്നതനായ പ്രവാചകനാണ് നബിയെ. അങ്ങ് പ്രവാചകൻ തന്നെയാണ്. നബി തങ്ങളുടെ സ്വഭാവം എന്തെന്ന് ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ബിവി പറഞ്ഞത്, കാന ഖുലുഖുഹു ഖുർആനാ. നമ്മൾ 17 തവണ നിർബന്ധമായി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇല്ലേ? 17 തവണ നിർബന്ധമായിട്ട്, നിർബന്ധമല്ലാതെ വേറെയും ഒരുപാട് ഓതുന്നുണ്ട്. നിർബന്ധമായിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ ചൊവ്വായ പാതയിലേക്ക് നീ എന്നെ നയിക്കണേ അല്ലാ. എന്താണ് ആ ചൊവ്വായ പാത? ഏതാണ് ആ ചൊവ്വായ പാത? അത് മനസ്സിലാകും നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാതയിൽ തന്നെയാണ് നബിയെ. അപ്പൊ നബി തങ്ങളുടെ ജീവിതം എന്തായിരുന്നു? നമ്മൾ ചോദിക്കുന്നത് എന്താ? അല്ലാഹു എനിക്ക് ചൊവ്വായ പാതയിലേക്ക് എന്നെ നയിക്കണം എന്നാണ്. അപ്പൊ നമ്മൾ ചൊവ്വായ പാത എന്ത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ചൊവ്വായ പാതയിലൂടെ ജീവിച്ച ആളാരാ? അത് പ്രവാചകൻ. കാരണം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ നിശ്ചയമായിട്ടും നിങ്ങൾ ചൊവ്വായ പാതയിലാണ്. അപ്പൊ നബി തങ്ങൾ ചൊവ്വായ പാതയിലാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി തങ്ങൾ എങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് ചൊവ്വായ പാത എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട്, മഹദിയായ ആയിഷയോട് സ്വഹാബാക്കൾ ചോദിച്ചല്ലോ, ആയിഷ ബിബിയെ നബി തങ്ങളുടെ സ്വഭാവം എന്താണ്? ആയിഷ ബിബി പറഞ്ഞതെന്താ? കാന ഖുലുഖുഹു ഖുർആന, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്.
നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. ഖുർആനിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരൊക്കെ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാതയിൽ തന്നെയാണ്. ഖുർആൻ ഓതിയാൽ മാത്രം മതിയോ? ഖുർആൻ ഓതുന്ന ആളുകളെ ഖുർആൻ ശപിക്കുന്നുണ്ട്, പക്ഷേ അമൽ ചെയ്യുന്നില്ല. മാ ആമന ബിൽ ഖുർആനി മൻ ഇസ്തഹല്ല മഹാരിമ. ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാത്തവൻ, ഖുർആൻ കൊണ്ട് വിശ്വസിക്കാത്തവനാണെന്ന് മഹാന്മാരായ ആളുകൾ പറയുന്നു. നമ്മൾ ഖുർആൻ ഓതുക മാത്രമാണ് ചെയ്യുന്നത്, അമൽ ചെയ്യുന്നില്ല. നബി തങ്ങൾ ഓതുകയും അമൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇന്നാ സഅബ അലൈനാ ഹിഫ്ളു അൽഫാദിൽ ഖുർആൻ. ഖുർആൻ മനപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ വസഹുല അലൈനൽ അമലു ബി, ഞങ്ങൾക്ക് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഖുർആൻ മനപ്പാഠമാക്കാനല്ല ഞങ്ങൾ അധ്വാനിച്ചത്, ഖുർആൻ ബൈഹാട്ട് ചെയ്യാനല്ല ഞങ്ങൾ പരിശ്രമിച്ചത്, ഖുർആൻ മനപ്പാഠമാക്കി ഹാഫിളീങ്ങളാവാനല്ല ഞങ്ങൾ അധ്വാനിച്ചത്. ഞങ്ങൾ അധ്വാനിച്ചത് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാനാണ്, ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കാനാണ്. പക്ഷേ ശേഷം ഒരു കാലം വരാനുണ്ട്. ഞങ്ങളുടെ വഫാത്തിന്റെ ശേഷം, ഞങ്ങളുടെ മരണശേഷം ഒരു കാലഘട്ടം വരാനുണ്ട്. അതിന്റെ പ്രത്യേകത എന്തെന്നറിയോ? യസ്ഹുലു അലൈഹിം ഹിഫ്ളു അൽഫാദിൽ ഖുർആൻ. ഖുർആൻ മനപ്പാഠമാക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. ഖുർആൻ മനപ്പാഠമാക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ വയസ്ഉബു അലൈഹിമുൽ അമലു ബി, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ അവർ കിട്ടൂല. ഹാഫിളീങ്ങൾ ഒരുപാടുണ്ടാകും, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്ന ആളുകളെ കിട്ടൂല. ഞങ്ങൾ അങ്ങനെയല്ല ആലോചിച്ചത്. ഹിഫ്ള് ചെയ്യാനോ ബൈഹാട്ട് ചെയ്യാനോ ഞങ്ങൾ അങ്ങനെ അധ്വാനിച്ചിട്ടില്ല, ഞങ്ങൾക്കത് പ്രയാസമായിരുന്നു. പക്ഷേ ഖുർആനിലുള്ളതുപോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന, ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ അപജയത്തിന്റെ, എല്ലാ പരാജയത്തിന്റെ, എല്ലാ പ്രയാസങ്ങളുടെ മൂലഹേതു, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നില്ല എന്നതാണ്. എല്ലാം ഒരു വൈകാരികതയാണ്, എല്ലാം ഒരു വികാരത്തോടെ, അല്ലെ? മനസ്സെന്താണോ പറയുന്നത് അതേപോലെ ജീവിക്കുക. ഖുർആൻ എന്ത് പറയുന്നു, ദീനിന്റെ അഭിപ്രായം എന്ത് എന്ന് ആലോചിക്കുന്നില്ല. വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങണേ. നബി തങ്ങളുടെ പാതയാണ് ഏറ്റവും നല്ല പാത എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി തങ്ങൾ ചൊവ്വായ പാതയിലാണെന്ന് അള്ളാഹു പറഞ്ഞത് നബി തങ്ങൾ ഖുർആനിൽ അധിഷ്ഠിതമായി ജീവിച്ചത് കൊണ്ടാണ്. നമ്മളും അതേപോലെ ഖുർആനിൽ അധിഷ്ഠിതമായി ജീവിക്കണേ. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലാതെ വെസ്റ്റേൺ പാശ്ചാത്യന്റെ സംസ്കാരങ്ങളെയല്ല, പാശ്ചാത്യന്റെ സംസ്കാരങ്ങളെയല്ല. നബി തങ്ങൾ പറഞ്ഞതുപോലെ സിറാത്തുൽ മുസ്തഖീം ആവണമെങ്കിൽ നബി തങ്ങളുടെ പാത നമ്മൾ പിൻപറ്റണം. അപ്പൊ നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇസ്ലാമികമാക്കേണ്ടി വരും, നമ്മുടെ ഡ്രസ് കോഡ് ഇസ്ലാമികമാക്കേണ്ടി വരും, നമ്മുടെ ഫുഡ് സിസ്റ്റം ഇസ്ലാമികമാക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യേണ്ടി വരും. ടിവിയും ചാനലും അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ട് ജീവിതം മാറ്റിമറിക്കാൻ ശ്രമിച്ച പ്രയാസം. അള്ളാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞു എന്നതാണ് നമ്മൾ ഏത് വിഷയത്തിലും നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത്. നബി തങ്ങളുടെ സമീപത്തേക്ക് ഒരു കുട്ടി വന്നു. തലയുടെ കുറച്ചു ഭാഗം ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ഹെയർ സ്റ്റൈലൊക്കെ പോലെ, കുട്ടികളൊന്നുമില്ല, കുട്ടികളൊക്കെ കൊണ്ടാ വരേണ്ടത്. അതിന് വരുമ്പോ കുട്ടികളൊന്നും കാണാനില്ല. അല്ല, ക്രോപ്പ് ചെയ്ത് ഇവിടെ ക്രോപ്പ് ചെയ്തു, ബാക്കിൽ ക്രോപ്പ് ചെയ്തു. ചില ആളുകൾ ഇതുവരെ ക്രോപ്പ് ചെയ്ത് ഇവിടെ മാത്രം കുറച്ച് മുടി. ചില ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്തി വെച്ചു, ചില ആളുകൾ സ്പൈക്ക് ചെയ്തു വെച്ചു. അല്ലെ, പല രീതിയിലാണ് പല ആളുകൾ, പല സ്റ്റൈലിലാണ്. സ്റ്റൈലൊക്കെ കുഴപ്പമില്ല. ഇസ്ലാം പഠിപ്പിച്ച സ്റ്റൈലാണ്. ഇസ്ലാം പഠിപ്പിച്ച സ്റ്റൈലായാലേ അതിൽ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അപകടത്തിൽ പൊട്ടിച്ചാടും, അപകടത്തിൽ പെട്ടുപോകും. ഇങ്ങനെ ഒരു കുട്ടി നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. പകുതി ഭാഗം ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ മുഴുവനും വടിച്ചും മൊട്ടയടിക്കുക, അല്ലെങ്കിൽ മുഴുവനും ഒഴിവാക്കുക. പകുതി ക്രോപ്പ് ചെയ്യുന്ന സിസ്റ്റം ഇസ്ലാമിൽ പാടില്ല.
ഹറാമാണെന്ന് അഭിപ്രായമുണ്ട്, കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. അതുകൊണ്ട് മക്കളെ ബാർബർ ഷോപ്പിലേക്ക് പറഞ്ഞേക്കുന്ന ഉമ്മമാർ നമ്മുടെ മക്കളുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ പറയുന്നത് മൊട്ടടിക്കണമെന്നോ അല്ലെങ്കിൽ കുട്ടിക്രോപ്പ് ആക്കണം ഒന്നുമല്ല. ഒരു മാന്യമായ ഒരു രീതിയുണ്ട്. ഇസ്ലാമിനൊരു സംസ്കാരമുണ്ട്. തലമുടി കണ്ടാൽ അറിയാം അവ മുസ്ലിമാണോ. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറി. മറ്റുള്ള മതക്കാരൊക്കെ ഇതിന് വലിയൊരു പ്രാധാന്യവും ഇതിന് ഈ ഒരു സംസ്കാരം വളരെ മാന്യമായി ചെയ്യുമ്പോൾ നമ്മൾ ഉത്തമ സമുദായക്കാരായ നമ്മളാണ് എത്ര വൃത്തികേട് കാട്ടാൻ പറ്റും അത്രയും വൃത്തികേട് ഹെയർ സ്റ്റൈലിൽ കാട്ടുന്നത്. ഇത് പറഞ്ഞത് കൊണ്ട് മാറ്റമുണ്ടാവോ? തന്റെ ഇടമുള്ള മാതാപിതാക്കൾ, മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്ന എനിക്ക് മോണിറ്റർ കിട്ടുന്നില്ല, കുറച്ച് കൂട്ടണേ. തന്റെ ഇടമുള്ള നല്ല മാതാപിതാക്കൾ പറയുന്നത് അല്ലെങ്കിൽ മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്ന മാതാപിതാക്കൾ, അവർക്കിത് ചെയ്യാൻ പറ്റും. മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന മക്കളുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന മക്കൾ, അവരൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ മക്കളെ നിയന്ത്രിക്കുക, മക്കൾ നമ്മളെയല്ല നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ട് ദീനിയായ ചിട്ടയോടെ നമ്മുടെ മക്കളെ വളർത്തുക. ഒരു ഹദീസുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകും. മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങളെയോ മറ്റുള്ള മതങ്ങളുടെ സംസ്കാരങ്ങളെയോ നമ്മൾ കടമെടുത്താൽ നമ്മൾ ആ മതവിഭാഗത്തിൽ പെട്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹറാമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മുടെ മാതാപിതാക്കൾ ഈ ക്രോപ്പ് സിസ്റ്റം, മുടി പകുതി ഭാഗം വടിച്ചു കളയുന്നത്, മെഷീൻ വെച്ച് നടക്കുന്നത്, അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. നമ്മൾ മുസ്ലിമീങ്ങളാണ്, സംസ്കാര ശൂന്യരായി നടക്കേണ്ടവരല്ല, സാംസ്കാരിക വിപ്ലവത്തിന്റെ നായകന്മാരായി നടക്കേണ്ട ആളുകളാണ് നമ്മൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഇന്നക ലമിനൽ മുർസലീൻ, നബിയെ അങ്ങ് പ്രവാചകൻ തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലുള്ള പ്രവാചകൻ തന്നെയാണെന്ന്. ഈ ഖുർആൻ ഉണ്ടല്ലോ, തൻസീലൽ അസീസിർ റഹീം. അല്ലാഹു തആല അല്പാൽപമായി ആകാശത്ത് നിന്നിറക്കിയ ഗ്രന്ഥമാണിത്. തൻസീൽ, അല്പാൽപമായി ഇറക്കി. ആദ്യം ഒന്നാം ആകാശത്തേക്ക് മുഴുവനായിട്ടും അല്ലാഹു ഇറക്കി. ഒന്നാം ആകാശത്തേക്ക് മുഴുവനായിട്ടും അല്ലാഹു ഇറക്കി. പിന്നെയോ അല്പാൽപമായി അല്ലാഹു തആല ആവശ്യത്തിനനുസരിച്ച് പതുക്കെ നബി തങ്ങളിലേക്ക് ഇറക്കി കൊടുത്തു. തൻസീലൽ അസീസിർ റഹീം, കാരുണ്യവാനായ കരുണാനിധിയായ പ്രതാപവാനായ അല്ലാഹു അല്പാൽപമായി ഇറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആൻ എന്തിനാണ് ഇറക്കിയതെന്നറിയോ? എന്തിനാണ് ഈ ഖുർആൻ ഇറക്കിയത്? ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ജനങ്ങൾക്ക് അല്ലാഹു മുന്നറിയിപ്പ് നൽകാനാണ് ഈ ഖുർആൻ ഇറക്കിയത്. അപ്പം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഹിദായത്തുണ്ട്, ഖുർആനിൽ ഹിദായത്തുണ്ട്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഖുർആൻ അല്ലാഹു സംശയമേ ഇല്ല, മുത്തഖീങ്ങളായ ആളുകൾക്കുള്ള വഴികാട്ടിയാണിത്. മുത്തഖീങ്ങളായ സന്മാർഗികളായ ആളുകൾക്കുള്ള വഴികാട്ടിയാണിത്. അപ്പൊ ഈ ഖുർആൻ എന്തിനാണ് അല്ലാഹു ഇറക്കിയത്? ലിതുൻസിറ ഖൗമൻ, ഒരു സമുദായത്തെ മുന്നറിയിപ്പ് നൽകാനാണ്. മാ ഉൻസിറ ആബാഉഹും, അവരുടെ പ്രപിതാക്കൾക്ക് ഈ മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല. അതോ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ, നബിത്തങ്ങൾ വരുന്നതിന് മുമ്പ് ജീവിച്ച ആളുകൾക്ക് എന്ത് കിട്ടിയിട്ടില്ല? മരിച്ചുപോയ നബിത്തങ്ങളുടെയും ഈസാ നബിയുടെയും കാലയളവിൽ, ആ ഒരു കാലത്തിന്റെ ആ ഒരു ഇടയിലാകെ ഒരു ഗ്യാപ്പിൽ ജീവിച്ച ആളുകളുണ്ട്. അവർക്ക് ഖുർആൻ കിട്ടിയിട്ടില്ല, ഈസാ നബിയുടെ സന്ദേശം എത്തിയിട്ടില്ല. അപ്പൊ അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള പിതാക്കളുടെ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകാനും താക്കീത് നൽകാനുമാണ് അല്ലാഹു ഈ ഖുർആനിനെ ഇറക്കി തന്നത്. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. അല്ലാഹു പറയാണ്, അവരിൽ മിക്കവരുടെ കാര്യത്തിലും അല്ലാഹുവിന്റെ വചനം, അല്ലാഹുവിന്റെ ശിക്ഷ നിർബന്ധമായിരിക്കുകയാണ്. മോണിറ്റർ കിട്ടുന്നില്ല, ഇത് കുറച്ചും കൊടുത്തിരിക്കും. لقد حق القول على أكثرهم فهم لا يؤمنون. لقد حق القول على أكثرهم فهم لا يؤمنون. ഈ ആളുകൾക്കെല്ലാം അല്ലാഹുവിന്റെ മുന്നറിയിപ്പ് ലഭിച്ചിട്ട്
അള്ളാഹുവിന്റെ മുന്നറിയിപ്പും അള്ളാഹുവിന്റെ താക്കീതും ലഭിച്ചിട്ട് അതുപോലെ ജീവിക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ നിർബന്ധമായിരിക്കുകയാണ്. ലഖദ് ഹഖൽ ഖൗൽ, അള്ളാഹുവിന്റെ സന്ദേശം എത്തി എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ നിർബന്ധമായിരിക്കുകയാണ്. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം മഗ്ലാല ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ, അവരുടെ കഴുത്തിൽ നാം ചങ്ങലകൾ ഇട്ടിട്ടുണ്ട്. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം, അവരുടെ കഴുത്തിൽ ഞാൻ ചങ്ങലകൾ ഇട്ടിട്ടുണ്ട്. എന്തിന്? കൈയോടുകൂടി ആമം വെക്കാൻ, അവരുടെ കൈകളെ ബന്ധിച്ച് കഴുത്തിലേക്ക് ചേർത്ത് വെക്കാൻ, അവരുടെ കൈകളെ കഴുത്തിലേക്ക് ചേർത്ത് ചങ്ങലയിട്ട് ബന്ധിക്കാൻ വേണ്ടി അവരുടെ കഴുത്തിൽ ഞാനൊരു ചങ്ങലയിട്ടിട്ടുണ്ട്. ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ, അവർക്കങ്ങനെ ചങ്ങലകൾ കൈയും ചങ്ങലയും കഴുത്തിൽ ബന്ധിക്കുമ്പോ അവരുടെ തല താഴ്ത്താൻ കഴിയാത്ത രീതിയിൽ മുകളിലേക്ക് തന്നെ നോക്കേണ്ട അവസ്ഥ അവർക്കുണ്ടാകും. ആ രീതിയിൽ ഞാൻ അവരെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുകയാണെന്ന് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാതെ അവിശ്വസിച്ച് നടക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു നാളെ കഴുത്തിലേക്ക് കൈകളെ കൂട്ടിച്ചേർത്ത് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. وجعلنا من بين أيديهم سدا ومن خلفهم سدا, അവരുടെ മുന്നിലും അവരുടെ പിന്നിലും ഞാനൊരു തടസ്സമുണ്ടാക്കി കൊടുത്തു. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ, അവരുടെ മുന്നിൽ ഞാനൊരു തടസ്സമിട്ട് കൊടുത്തു. വമിൻ ഖൽഫിഹിം സദ്ദാ, അവരുടെ പിന്നിലും ഞാനൊരു തടസ്സമിട്ട് കൊടുത്തു. അങ്ങനെ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അവരെ ഞാൻ മൂടിക്കളഞ്ഞു, അവർക്കൊന്നും തിരിയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി മക്കക്കാരായ മുശ്രിക്കീങ്ങൾ വീട് വളഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നബി തങ്ങളെ വധിക്കാൻ വേണ്ടി മക്കക്കാരായ മുശ്രിക്കീങ്ങൾ വീട് വളഞ്ഞു. ചെറിയൊരു വീടാണ് നബി തങ്ങളുടേത്, ഇതുപോലെയുള്ള ചെറിയൊരു വീട്. ആ വീടിൽ അലി തങ്ങളും നബി തങ്ങളും രാത്രി കിടന്നുറങ്ങുകയാണ്. മക്കക്കാരായ മുസ്ലിമീങ്ങൾ എല്ലാവരും മദീനയിലെത്തി. അലി തങ്ങള്, സിദ്ദീഖ് തങ്ങൾ, നബി തങ്ങൾ, വിരലിലെണ്ണാവുന്ന 4 or 5 മുസ്ലിമീങ്ങളാണ് മക്കയിലുള്ളത്. ആട്ടി ഓടിക്കുകയാണ് എല്ലാവരും മദീനയിലെത്തി. 4 or 5 ആളുകളാണ് മുസ്ലിമീങ്ങളായി മക്കയിലുള്ളത്. നബി തങ്ങളെ വധിക്കാൻ ലഭിച്ച സുവർണ അവസരമാണ്. ആരും ചെറുക്കാനോ തടയാനോ ആരും ഉണ്ടാവൂല. നബി തങ്ങളെ അന്വേഷിച്ചു. അവസാനം അവർക്ക് മനസ്സിലായി നബി തങ്ങളുടെ വീടിൽ ഉറങ്ങുന്നുണ്ട് എന്ന്. ഉരുപിടിച്ച വാളുമായി ഒരു കൂട്ടം ശത്രുക്കൾ നബി തങ്ങളുടെ വീട് വളഞ്ഞു. ഇതൊരു വീടാണെങ്കിൽ ഈ സ്റ്റേജിന്റെ ചുറ്റുഭാഗങ്ങളിൽ 2-3 ആളുകൾ ഫ്രണ്ടില്, ബാക്കില്, സൈഡില് എല്ലാമായി ഉരുപിടിച്ച വാളുമായി നബി തങ്ങളെ വധിക്കാൻ വേണ്ടി കാത്തിരുന്നു. വധിക്കുന്ന ആളുകൾക്ക് 100 ഒട്ടകമാണ്. ഒരു ഒട്ടകം എന്ന് പറയുമ്പോ ഏകദേശം ഇന്നത്തെ ഒരു 4 ലക്ഷം രൂപയ്ക്ക് വില ഉണ്ടാകും. 4 or 5 ലക്ഷം രൂപ വിലയുള്ള ഒരു ഒട്ടകത്തിന്. അപ്പോൾ 100 ഒട്ടകമാകുമ്പോ 5 കോടി രൂപയാണ്. 5 കോടി രൂപയാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 കോടി രൂപയാണ് നബി തങ്ങളെ വധിക്കുന്ന ആളുകൾക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാവരും നബി തങ്ങളെ വധിക്കാൻ വാശിയോടെ കാത്തിരിക്കുകയാണ്. പ്രഭാതമായാൽ നബി തങ്ങളുടെ വീട് തുറക്കും, എന്നിട്ട് നബി തങ്ങൾ പുറത്തു വരും, നബി തങ്ങളുടെ തലവെട്ടും. അങ്ങനൊരവസ്ഥ. നബി തങ്ങൾ എന്ത് ചെയ്തു? പരിശുദ്ധമായ സൂറത്തു യാസീൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന് തുടങ്ങി ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം മഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون എന്ന് പറഞ്ഞ് വീടിൽ നിന്ന് ഒരു പിടി മണലുവാരി അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു. മണലുവാരി മുഖത്തേക്ക് എറിഞ്ഞത് കൊണ്ടൊന്നും എന്തുണ്ടാവൂല, കണ്ണ് കാണാത്ത അവസ്ഥ ഒന്നും ഉണ്ടാവൂല. എന്നാൽ അവരിങ്ങനെ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും നബി തങ്ങൾ അവരുടെ മുന്നിലൂടെ ഇടയിലൂടെ പോയി രക്ഷപ്പെട്ടു. ഇവർക്കത് അറിഞ്ഞിട്ടില്ല. അവരിങ്ങനെ കാത്തിരിക്കുകയാണ് നബി തങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്. രാവിലെയായപ്പോൾ ഡോറ് മുട്ടി. അലി തങ്ങൾ വാതിൽ തുറന്നു. എന്താണ്? മുഹമ്മദ് എവിടെ? മുഹമ്മദ് ഇവിടെ ഇല്ലല്ലോ. അല്ലാഹു, മുഹമ്മദ് ഇവിടെ ഇല്ലേ? ഞങ്ങൾ മുഹമ്മദിനെ വധിക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി കാത്തിരിക്കുകയാണ്. നബി തങ്ങളില്ല.
ഈ ഒരു അത്ഭുതം എങ്ങനെ ഇവിടെ സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. ഇംപോസിബിൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്, അല്ലെ? അസാധ്യമാണ്. ആളുകൾ, പോലീസുകാരൊക്കെ ഇവിടെ വളഞ്ഞു, നമ്മുടെ വേദിയിലുള്ള ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരൊക്കെ വളഞ്ഞു എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് ആ പ്രതി രക്ഷപ്പെടുക? ഇവിടെ 2 പോലീസ്, ഇവിടെ 2 പോലീസ്, അവിടെ 2, ബാക്കിൽ 2. എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുക? ഇംപോസിബിൾ, അസാധ്യമാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ നിന്നാണ് നബി തങ്ങൾ ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ നിങ്ങൾക്ക് രക്ഷയാണ്. وَإِذَا قَرَأْتَ الْقُرْآنَ جَعَلْنَا بَيْنَكَ وَبَيْنَ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ حِجَابًا مَسْتُورًا. നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങളുടെയും നിങ്ങളുടെ ശത്രുക്കളുടെയും ഇടയിൽ ഞാൻ ഒരു മറയിട്ട് തരാം. ഹിഡൻ സ്ക്രീൻ, ഹിജാബൻ മസ്തൂറ, ഒരു ഹിഡൻ സ്ക്രീൻ, അറിയൂല, ഒരു മറ. ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ ഖുർആൻ ഓതുന്ന ആളാണോ? അല്ലാഹു ഒരു മറയിട്ട് തരും. നബി തങ്ങളെ വധിക്കാൻ വേണ്ടി ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യ കൂർത്ത കല്ലുമായി കടന്നു വന്നിട്ടുണ്ടല്ലോ. സജീക തങ്ങൾ പറഞ്ഞു, നബിയെ, കാര്യം അപകടത്തിലാണ്. നബി തങ്ങൾ പറഞ്ഞു, അവൾ എന്നെ കാണൂല. ഐന സാഹിബ്, എവിടെ നിന്റെ ചങ്ങാതി? എന്തിനാ? നിന്റെ ചങ്ങാതി എന്നെ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. എന്താക്ഷേപിച്ചു? എന്നെയും എന്റെ ഭർത്താവിനെയും എന്റെ മക്കളെയും തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, നശിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. എന്റെ ചങ്ങാതി ആക്ഷേപിച്ചിട്ടില്ല. ആക്ഷേപിച്ചത് റബ്ബാണ്, അല്ലാഹുവാണ്. അവനോട് പറഞ്ഞേക്കണേ, ഞാൻ മക്കയിലെ ഏറ്റവും ഉന്നത തറവാട്ടുകാരിയാണ്, എന്നോട് കളി വേണ്ടെന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട് പെണ്ണുപോയി. നബി തങ്ങളോട് ഇരിക്കാണ്, കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ സംഭവങ്ങൾ. അപ്പൊ ഫഇദാ ഖറഅതൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതിയാൽ ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. നിങ്ങളുടെയും നിങ്ങൾ ആക്രമിക്കാൻ വരുന്ന ആളുകൾ കണ്ണേർ വെക്കുകയാണ്, ആളുകൾ സിഹർ വെക്കുകയാണ്, ആളുകൾ നിങ്ങൾക്ക് മാരണം ചെയ്യുകയാണ്, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആളുകൾ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. പക്ഷേ ഖുർആൻ ഓതുന്ന ആളുകളാണെങ്കിൽ അവരെ അല്ലാഹു സംരക്ഷിക്കുമെന്നാണ് പരിശുദ്ധ റസൂലുൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കിയത് നന്മ കൽപ്പിക്കാനും തിന്മ തടയാനുമാണ്. നന്മ കൽപ്പിക്കാനും തിന്മ തടയാനുമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് സമുദായത്തിലെ, ലോകത്തിലെ ഏറ്റവും നല്ല സമുദായക്കാർ, ഏറ്റവും നല്ല മതക്കാർ നിങ്ങളാണ്. എപ്പോഴാണത്? നമ്മൾക്ക് അല്ലാഹു നല്ലൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. എന്ത്? പിന്നെ നല്ല സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ്. എപ്പോഴാണ് നിങ്ങൾ പരസ്പരം മുസ്ലിമീങ്ങൾ ഒരാളെ കാണുമ്പോൾ, അയാളൊരു തെറ്റ് കാണുമ്പോൾ നിങ്ങൾ പറയണേ അത് ചെയ്യല്ല, അയാളൊരു തെറ്റ് കാണുമ്പോൾ ചെയ്യല്ല എന്ന് പറയണം. നന്മ കൊണ്ട് അയാളെ പ്രോത്സാഹിപ്പിക്കണം. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും പ്രാവർത്തികമാക്കിയാൽ നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം. നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ഓവർകം ചെയ്യാൻ ഒരാൾക്കും പറ്റൂല. പക്ഷെ നമ്മളതൊക്കെ നിർത്തി, ഞാനും എന്റെ മക്കളും, ഞാനും എന്റെ മക്കളും എന്ന് പറഞ്ഞ പോലെ, അല്ലെ? ഞാനും എന്റെ മക്കളും. അതെ, ഇപ്പൊ എല്ലാവർക്കും ഞാൻ എന്റെ ഭാര്യ, മറ്റുള്ള കാര്യം ഞാൻ നോക്കുന്നു. ശരിയാണ്, എന്റെ ഭാര്യ എന്റെ മക്കളെ ഞാൻ നന്നാക്കണം. അത് കഴിഞ്ഞിട്ട് എന്റെ കുടുംബക്കാർ, എന്റെ അയൽവാസികൾ. ഉപദേശിക്കണം എന്നത് ദീനിന്റെ ഭാഗമാണ്. നന്മ കൽപ്പിക്കണം. ബനൂ ഇസ്രായേലിൽപ്പെട്ട ആലിമീങ്ങളെ പരിശുദ്ധമായ എല്ലാ ഗ്രന്ഥങ്ങളിലും അല്ലാഹു ആക്ഷേപിച്ചിട്ടുണ്ട്. ഏതിലെ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലുഇനു അലാ അഹദി മൂസാ ഫി തൗറാത്ത്, തൗറാത്തിൽ മൂസാ നബിയുടെ കാലത്ത് തൗറാത്തിൽ ബനൂ ഇസ്രായേലിലെ ആലിമീങ്ങളെ ആക്ഷേപിച്ചു. വലുഇനു അലാ അഹദി ദാവൂദ ഫി സബൂർ, ദാവൂദ് നബിയുടെ കാലത്ത് സബൂറിലും ബനൂ ഇസ്രായേലിലെ ആലിമീങ്ങളെ ആക്ഷേപിക്കുകയുണ്ടായി. വലുഇനു അലാ അഹദി ഈസാ ഫിൽ ഇൻജീൽ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇൻജീലിലും ബനൂ ഇസ്രായേലിലെ ആലിമീങ്ങൾ അല്ലാഹു ആക്ഷേപിക്കുകയുണ്ടായി. വലുഇനു അലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ കാലത്ത് ഖുർആനിലും അവർ ആക്ഷേപിച്ചു. കാരണം എന്തെന്നറിയോ? നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്തിട്ടില്ല. അവര് സമുദായത്തിൽ തിന്മകൾ ചെയ്യുന്നത് കാണുമ്പോ അവര് അത് ചെയ്തോട്ടെ, അതിലിപ്പോ നമ്മൾ എന്തിനാ അതിൽ ഇടപെടുന്നത് എന്ന് പറഞ്ഞവര് മാറി നിന്നു. അതുകൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും അവർ ആക്ഷേപിച്ചു. നമ്മളും അതുപോലെ. പ്രത്യേകിച്ചിട്ട് നിങ്ങൾ നാട്ടുകാരെ നന്നാക്കാൻ പോകുന്നതിന് മുമ്പ് ഉപ്പാക്ക് മക്കൾ ഉപദേശിച്ചൂടെ? ഭർത്താവിന് ഭാര്യ ഉപദേശിച്ചൂടെ? ജ്യേഷ്ഠൻ അനുജന് ഉപദേശിച്ചുകൂടെ? കുടുംബക്കാർക്ക് കുടുംബക്കാർ ഉപദേശിച്ചുകൂടെ? ഉപദേശിച്ചില്ലെങ്കിൽ ലുഇനു, ആക്ഷേപിക്കപ്പെടും. അല്ലാഹു കാക്കട്ടെ.
لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. എന്തേ ഇവർ ആക്ഷേപിക്കാനുള്ള കാരണം? തെറ്റ് കാണുമ്പോ തടയുമായിരുന്നില്ല. അപ്പൊ മക്കളിൽ തെറ്റ് കണ്ടാൽ, ക്രോപ്പ് ചെയ്യുന്ന മക്കളെ കണ്ടാൽ അത് തടയൽ ഉപ്പയുടെ ബാധ്യതയാണ്. രാത്രി വീട്ടിലേക്ക് വരാത്ത മക്കളെ കാണുമ്പോൾ അത് ചെറുക്കേണ്ടത് ഉപ്പയുടെ ബാധ്യതയാണ്. ഹറാമ് ചെയ്ത് നിസ്കരിക്കാതെ നടക്കുന്ന മക്കളെ കാണുമ്പോ അത് ചെറുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. സിനിമ കണ്ട് നടക്കുന്ന മക്കൾ, സീരിയൽ കണ്ട് നടക്കുന്ന മക്കൾ, ഇങ്ങനെ തോന്നിവാസങ്ങളുടെയും ആഭാസങ്ങളുടെയും അഡിക്ഷനുള്ള ആരാധനയുള്ള മക്കളെ കാണുമ്പോ അവരെ ഉപദേശിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഇല്ലെങ്കിൽ അള്ളാഹു ആക്ഷേപിച്ചു കളയും, അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരൊറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. മാതാപിതാക്കൾക്കും മക്കൾക്കും നല്ലൊരു ഉദാഹരണം. ഉമ്മയും ഭാര്യയും ഭർത്താവും 4 മക്കളും ഒരു കപ്പലിലൂടെ യാത്ര ചെയ്യാൻ ഒരു പിക്നിക്കിന് വേണ്ടി പോയതാണ്. ആലപ്പുഴയിൽ 2 ബോർഡ് ജെട്ടി അല്ലെ, ആലപ്പുഴയിൽ പോയി നല്ല ഡബിൾ ട്രക്കർ ബസ് പോലെ 2 തട്ടുള്ള ബോട്ടാണ്. മുകളിൽ ഉമ്മയും ഉപ്പയും, താഴെ 4-5 മക്കൾ. 2 ദിവസത്തെ ബോട്ട് ബുക്ക് ചെയ്തു പോയി. ഇവർക്ക് വെള്ളം കുടിക്കേണ്ട സമയത്ത് താഴെയുള്ള മക്കൾ എന്ത് ചെയ്യും? മുകളിലുള്ള ഉമ്മയുടെയും ഉപ്പയുടെ അടുത്ത് വന്നിട്ട് ഉമ്മ വെള്ളം വേണം കുടിക്കാൻ, അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് മുകളിൽ വന്നിട്ട് അവർ വെള്ളം ചോദിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ദിവസം ഉപ്പയും ഉമ്മയും ചോദിക്കും പോലെ വെള്ളവും ആവശ്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ മക്കൾ താഴെ നിന്നിട്ട് ചർച്ച ചെയ്തു. 4-5 മക്കൾ, നമ്മൾ എന്തിനെപ്പോഴും മുകളിൽ പോയി ഉപ്പയെയും ഉമ്മയെയും ബുദ്ധിമുട്ടിക്കുന്നത്? അവരേതായാലും വയസ്സാകാലത്ത് എൻജോയ് ചെയ്തോട്ടെ അല്ലെ? ഈ പ്രായകാലത്ത് നമ്മൾ എന്തിനാ അവർ വെറുതെ ബുദ്ധിമുട്ടാക്കുന്നത്? അവരെന്തിനാ ദ്രോഹിക്കുന്നത്? നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഈ ബോട്ടിന്റെ താഴെ നമ്മളൊരു ഹോൾസ് ഉണ്ടാക്കി, ഒരു ദ്വാരമുണ്ടാക്കി, അതിലൂടെ വരുന്ന വെള്ളം നമ്മൾ കുടിച്ചാ പോരെ? പിന്നെ എന്തിനാ ഉപ്പയെയും ഉമ്മയെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്? പൊട്ടന്മാരായ മക്കളൊക്കെ ഒരുമിച്ച് കൂടി ശരിയാണല്ലോ. ഇത് മാതാപിതാക്കൾക്കും പറഞ്ഞു, അവരത് തടഞ്ഞില്ല. എന്താ സംഭവിക്കുക? ഉപ്പയും ഉമ്മയും 5 മക്കളും വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകും. അതാണ് ഇവിടെ നടക്കാൻ പോകും. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് അതാണ്. തെറ്റ് ചെയ്യുന്നത് ഉപ്പയും കാണുന്നുണ്ട്, ഉമ്മയും കാണുന്നുണ്ട്. ചെയ്യല്ല എന്ന് പറഞ്ഞ് തടയാൻ ഉപ്പയും ഉമ്മയും ശ്രമിക്കുന്നില്ല. അത് കാരണം എന്തവിടെ സംഭവിക്കുന്നത്? നല്ല ഹാജിമാരായ ഉമ്മയും അജുമ്മയും ഹാജിയാരും ആയ നല്ല ദീനി സ്നേഹമുള്ള ഉപ്പമാരും ഉമ്മമാരും നാളെ സ്വർഗത്തിലേക്ക് പോകേണ്ടതിന് പകരം കപ്പൽ വെള്ളത്തിൽ മുങ്ങിയതുപോലെ നരകത്തിലേക്ക് പോവാൻ കാരണം ഒന്നാണ്. എന്ത്? മക്കളെ തിന്മയിൽ നിന്ന് തടയാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ല. വളരെ മനോഹരമായ ഉദാഹരണ നബി തങ്ങൾ പറഞ്ഞത്. നമ്മൾക്കറിയാലോ, താഴെ കപ്പലിൽ ഓട്ടയുണ്ടാക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ ആ കപ്പൽ മുങ്ങി എല്ലാവരും മരിക്കുന്നത് പോലെ വഴികേടിലേക്ക് പോകുന്ന മക്കളെ തടയാനും ഉപദേശിക്കാനും മാതാപിതാക്കൾ ശ്രമിച്ചില്ലെങ്കിൽ കുടുംബസമേതം നരകത്തിലേക്കായിരിക്കും പോവുക. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ എന്റെ മാതാപിതാക്കൾ ഈ വിഷയത്തിൽ വളരെ വളരെ പ്രത്യേകമായി വളരെ വ്യക്തമായി ശ്രദ്ധിക്കുകയും മക്കൾക്ക് ദീനിയായ ബോധമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഖുർആൻ നമ്മളിലേക്ക് പറഞ്ഞയച്ചത് നന്മ കൽപ്പിക്കാനും തിന്മ തടയാനുമാണ്. ഖുർആൻ കൊണ്ട് ജീവിക്കണം. അള്ളാഹു അതേപോലെ ജീവിക്കാനും അതിലടിസ്ഥാനമായി മരിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻസിറുഹും ലാ യുഅ്മിനൂൻ. നബിയേ, നിങ്ങൾ അവരെ ഉപദേശിച്ചാലും വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻസിറുഹും ലാ യുഅ്മിനൂൻ. അവരെ ഉപദേശിച്ചാലും അവരെ ഉപദേശിച്ചില്ലെങ്കിലും അവർ വിശ്വസിക്കൂല. ചില ആളുകൾ അങ്ങനെയുണ്ട്. എത്ര വാല് കേട്ടാലും അവർ നന്നാവൂല. ചില ആളുകൾ അങ്ങനെയാണ്. അവർ ചോദിക്കും, എന്ത് വാല്? ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാണ്. അത് അവരുടെ ഈമാൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണത്. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഹൃദയം കറുത്തുപോയതിന്റെ പേരിലാണ് അവർക്ക് വാലുകൾ കൊണ്ട് മാറ്റമില്ലാത്തത്. ആരാണ് ഈ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ? ആരാണ് ഈ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒരു വാല് കേട്ട് വാല് കഴിഞ്ഞു പോകുമ്പോഴേക്കും നന്നാവണമെന്നുള്ള ചിന്ത, എനിക്ക് നന്നാവണം, എനിക്ക് സ്വാലിഹാവണം, എന്റെ മക്കളെ നന്നാക്കണമെന്നുള്ളൊരു ചിന്ത ഒരു വാല് കഴിഞ്ഞു പോകുമ്പോൾ ഒരാളുടെ മനസ്സിലുണ്ടായിട്ടില്ലെങ്കിൽ അയാള് മുഅ്മിനാണെന്ന് എങ്ങനെയാണ് നമ്മൾക്ക് പറയാൻ പറ്റുക?
എങ്ങനെ പറയാൻ പറ്റുക? അത് പറയുന്ന പോയിന്റും അതായിരിക്കണം. ആളുകളെ നന്നാവുക എന്ന ലക്ഷ്യമായിരിക്കണം അവിടെ പഠിപ്പിക്കുന്നതും അതിനുള്ള വിഷയങ്ങളായിരിക്കണം. വെറുതെ കുറെ പ്രസംഗിച്ചിട്ട് പോയിന്റ് പഠിക്കാനുള്ള വിഷയങ്ങളൊന്നും പറയാതെ വാല് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ നല്ല പഠനാർഹമായ വിഷയങ്ങൾ നൽകി എന്നിട്ട് പോകുമ്പോൾ ഒരു മാറ്റം, എനിക്ക് നന്നാവണം എന്നൊരു ബോധം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മളിൽ ഈമാനുണ്ട് എന്നതിന്റെ ലക്ഷണമാണത്. നന്നാവാൻ ഒരു മാറ്റമില്ലേ, നമ്മൾക്ക് എന്തോ ഒരു കുഴപ്പം നമ്മുടെ ഈമാനിനുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഹൃദയങ്ങൾ വജ്ലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയം വിറക്കും, പേടിച്ച് കിടുകിടാ വിറക്കും. ഒരു വഅദ് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ, ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം കിടുകിടാ വിറക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ, ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ സാദതുഹും ഈമാനാ, ഞാൻ മുഅ്മിനാവണം, ഞാനൊരു മുത്തഖിയാവണം, ഇനി ഞാൻ തെറ്റ് ചെയ്യൂല, ഇനി ഞാൻ ചിന്മയിൽ നിന്ന് മാറും, ഈ ഒരു ചിന്ത അവരിൽ ഉണ്ടാവണം. ഈ ഒരു ചിന്ത നമ്മളിലില്ലേ? എന്തോ ഒരു അപാകത നമ്മളിൽ വന്നിട്ടുണ്ട്. വാല് കേട്ടിട്ട് നന്നാവാൻ നമ്മൾക്ക് തോന്നുന്നില്ലെങ്കിൽ എന്തോ ഒരു അപാകത നമ്മളിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആർക്കാണ് വാല് കേട്ടാൽ നന്നാവാൻ തോന്നുന്നത്? ആരാണ് വാല് കേട്ടാൽ നന്നാവുന്നത്? ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن بالغيب فبشره بمغفرة وأجر كريم. അല്ലാഹു പറയാണ്, നിങ്ങളുടെ ഉപദേശം ഉപകരിക്കുന്നത് ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ഖുർആൻ ഓതി ജീവിക്കുന്നവർ, ഖുർആനിനോട് താല്പര്യമുള്ള ആളുകൾ. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോ അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾ, ആളുകളുടെ മുമ്പിൽ നന്നാവുന്നവരല്ല. ആരാളുണ്ടാകുമ്പോൾ എല്ലാവരും നല്ലവരാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആൾക്കാരുടെ മുന്നിൽ നല്ല ആളാണ്. പക്ഷേ എന്റെയും നിങ്ങളുടെയും പ്രൈവസി, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എന്റെ അവസ്ഥ എന്താണ്? എന്റെ വീട്ടുകാരാണ് എന്നെ കുറിച്ച് പറയേണ്ടത്, വേലൊക്കെ പറയുന്ന ആളാണ്, പക്ഷേ ഇയാളുടെ സ്വഭാവം എന്തോ? ഖുർആൻ ഓതാറുണ്ടോ? നിസ്കരിക്കാറുണ്ടോ? വേലം പറഞ്ഞിട്ട് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളാണോ? ഇതൊക്കെ എന്റെ വീട്ടുകാർക്ക് അറിയാം, നിങ്ങൾക്ക് അറിയൂല. വേല നന്നായിട്ട് കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ ഒഴിച്ചിട്ട് വേല പറഞ്ഞൂടെ അല്ലെ? കുറച്ച് ഗ്ലിസറും കൂടി വാങ്ങിയ അതിനേക്കാൾ ഉഷാറായിട്ട് വേല പറഞ്ഞൂടെ? പക്ഷേ ഈ വേല പറയുന്ന ആളുകളുടെ ജീവിതം, ഇവരുടെ ഐഡന്റിറ്റി സർട്ടിഫൈ ചെയ്യുന്നത് വീട്ടുകാരാണ്, അവരുമായി അടുത്ത ആളുകളാണ്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അത് ആൾക്കൂട്ടത്തിലല്ലാതെ, alone among the crowd, ആളുകൾക്കിടയിലല്ലാതെ ആൾക്കൂട്ടത്തിൽ നിന്ന് അകലെ നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ ജീവിതം, ഉദാഹരണം നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന മക്കളാണ്, മംഗലാപുരത്ത് പഠിപ്പിക്കുന്ന മക്കൾ, നല്ല ഫർദ കിട്ടിട്ട വീട്ടിൽ നിന്ന് ഇറങ്ങാം. സ്ഥാപനത്തിലെത്തുമ്പോൾ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? ട്രെയിനിൽ കയറിയാൽ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? പെൺമക്കളാണെങ്കിലും ആൺമക്കളാണെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മുടെ മാതാപിതാക്കൾ ഗൾഫിൽ നിന്ന് NRI ചെക്കും ക്യാഷൊക്കെ കൊടുത്തയച്ച് മക്കളെ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് മംഗലാപുരത്തേക്ക് ഒരു ഹോസ്റ്റലിൽ പഠിപ്പിക്കാൻ അയച്ചതാണ്. ഹോസ്റ്റലിൽ ചെന്ന് മക്കളുടെ അവസ്ഥ എന്ത്? ബാംഗ്ലൂരിലേക്ക് പഠിപ്പിക്കാൻ അയച്ചതാണ്, അവിടെ എത്തി മക്കളുടെ അവസ്ഥ എന്ത്? കോഴിക്കോടിലേക്കും എറണാകുളത്തും പഠിപ്പിക്കാൻ അയച്ചു, മക്കളുടെ അവസ്ഥ അവിടെ ആരും കാണാനില്ല, അവിടെ ആരും ശ്രദ്ധിക്കാനില്ല, അവിടെ ആരും ചോദ്യം ചെയ്യാനില്ല. അപ്പോ സുഖമാണ്, ഞാൻ തോന്നിയതുപോലെ എനിക്കിഷ്ടമുള്ള ആളുകളുടെ കൂടെ ഞാൻ ജീവിക്കട്ടെ. ആ ഒരു ചിന്തയാണ് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ മക്കൾക്കുള്ളതെങ്കിൽ അപകടമാണ്. നമ്മുടെ എല്ലാ നന്മകളെയും അല്ലാഹു ചീട്ടുകൊട്ടാരം പോലെ തവിട് പൊടിയാക്കി വലിച്ചെറിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വീട്ടിൽ നല്ല ആളാണ്, വീട്ടിൽ ഉമ്മമാരുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുന്നിൽ, മക്കളുടെ മുന്നിൽ നല്ല ആളാണ്. പക്ഷേ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ, ആരാരും തിരിച്ചറിയാത്ത ലോകത്തേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ നമ്മൾ തോന്നിയതുപോലെ ജീവിക്കുകയാണ്. അല്ലാഹുവിനെ പേടിയില്ല എങ്കിൽ നിങ്ങളുടെ അമലുകൾ അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. ചീട്ടുകൊട്ടാരം പോലെ ധൂളികളാക്കി തവിട് പൊടിയാക്കി എല്ലാ നന്മകളെയും അല്ലാഹു വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്.
ശ്രദ്ധിക്കണേ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഈ സദസ്സിലുണ്ടെങ്കിൽ അവരോടാണ് ഞാനിത് പറയുന്നത്. മക്കയിൽ ഖാലിയായ ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന മഹാനായ ഒരു സൂഫി വര്യനായ ഒരു ഖാലി ഉണ്ടായിരുന്നു. ഒരു ഖാലി താബിയാണ് അദ്ദേഹം. ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന മഹാനായ താബിയാണ്, സൂഫി വര്യനാണ് അയാൾ. അതേപോലെ മക്കയിൽ ജീവിച്ചിരുന്ന ഒരു സുന്ദരിയായ ഒരു പെണ്ണിന്റെ കൂടെയുള്ള കഥ പറയുന്നുണ്ട്. മക്കയിൽ നല്ലൊരു സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ പെണ്ണായിരുന്നു അത്. കല്യാണം കഴിഞ്ഞ ഭർത്താവുള്ള പെണ്ണാണ്. ഒരു ദിവസം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്റെ സൗന്ദര്യം, മുഖത്തിന്റെ സൗന്ദര്യവും മുഖത്തിന്റെ ഭംഗിയും നോക്കി, കേട്ടില്ലല്ലോ, ഞാൻ കുഴപ്പമില്ലല്ലോ, കുറച്ച് ചുറുക്കുണ്ടല്ലോ, കുറച്ച് ഭംഗിയുണ്ടല്ലോ. എന്നിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക് എന്റെ ലുക്ക് നോക്ക്, എന്റെ ഭംഗി നോക്ക്, ഈ സൗന്ദര്യം കണ്ടാൽ ആരാ വീഴാത്തത്? എന്റെ ഈ സൗന്ദര്യത്തിന് മുന്നിൽ എനിക്ക് എല്ലാവരെയും, ഞാൻ വിചാരിച്ച ആളുകളൊക്കെ വഴികേടിലേക്ക് നയിക്കാൻ, വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കാൻ എനിക്ക് പറ്റുമെന്ന് ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, നിനക്ക് എല്ലാവരും പറ്റുമായിരിക്കും, പക്ഷെ ഒരാളെ നിനക്ക് വഴികേടിലേക്ക് നയിക്കാൻ പറ്റൂല. അതാരാ? അത് ഉബൈദ് ബിൻ ഉമൈർ, മക്കയിൽ ഖാലിയായി ജോലി ചെയ്യുന്ന മക്കയിലെ ഖാലി ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ താബിയായ സൂഫി വര്യനാണ്. അയാളെ വഴികേടിലേക്ക് നയിക്കാൻ, അയാളെ ഫിത്നയുണ്ടാക്കാൻ നിനക്ക് സാധിക്കൂല. അപ്പൊ പെണ്ണ് ചോദിച്ചു, എനിക്ക് സമ്മതം തരുമോ? ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാൻ നിനക്ക് സമ്മതം തന്നു. ദയ്യൂസ് എന്ന് പറയുന്നത് ഇയാളെയാണ്. വ്യഭിചരിക്കാൻ വേണ്ടി ഭാര്യ ആക്കാൻ, മറ്റൊരാളെ വഴികേടിലേക്ക് നയിക്കാൻ വേണ്ടി ഭാര്യ പറഞ്ഞേക്കാണ്. ഭാര്യ എന്താ ചോദിച്ചത്? ഞാൻ അയാളെ വഴികേടിലേക്ക് നയിച്ച് അയാളുമായി ശാരീരിക സംസർഗം പുലർത്തി ഞാൻ വരാം, എനിക്ക് പറ്റുമോ ഇല്ലേ എന്ന് നോക്കട്ടെ, നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ? ഭർത്താവ് പറഞ്ഞു, നീ പോയിക്കോൾ, എന്റെ സമ്മതമുണ്ട്. അതിൽ തുലക്കി, ഞാൻ നിനക്ക് സമ്മതം തന്നു. പെണ്ണുപോയി നല്ല പർദ്ദയും മുഖവും മറച്ച ഹിജാബ് ധരിച്ച് മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ഇങ്ങനെ പള്ളിയിലുണ്ട്, ഒരു മൂലയിൽ ആരാരും കാണാത്ത ഹറമാണല്ലോ, വിശാലമാണല്ലോ, ആരാരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എത്തിയപ്പോഴാണ് ഈ പെണ്ണ് വിളിക്കുന്നത്. ഞാൻ നിങ്ങളോട് മസ്അല ചോദിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. എന്റെ മസ്അലകൾ, എന്റെ ആവശ്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തരുമോ? പെണ്ണ് മഹാനായ ഉബൈദ് ബിൻ ആമിർ എന്ന് പറയുന്ന ഖാലിയോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു തരാം, എന്താണ് നിങ്ങൾക്ക് സംശയമുള്ളത്? ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യത്തിനിടയിലാണ് തന്റെ സുന്ദരമായ മുഖം കാണാൻ വേണ്ടി, ഖാലിയാർ അവர்கள் കാണാൻ വേണ്ടി മുഖം മറച്ചിരിക്കുന്ന ആ ഒരു ഷാൾ കൊണ്ട് തന്റെ മുഖം തുറന്നു കാണിച്ചു കൊടുത്തത്. തന്റെ മുഖം തുറന്നു നോക്കുമ്പോൾ 14-ാം രാവിലെ ചന്ദ്രനെ പോലെ വല്ലാത്ത സൗന്ദര്യം കൊണ്ട് പ്രകാശിക്കുന്നുണ്ട് ആ പെണ്ണിന്റെ മുഖം. അപ്പൊ മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമത്തല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ പെണ്ണേ, അന്യപുരുഷന്റെ മുന്നിൽ മുഖം വെളിവാക്കരുത്. അല്ലാഹുവിനെ പേടിക്കണം. ആരാരുമില്ലാത്ത ഒറ്റയ്ക്കുള്ള സ്ഥലം നോക്കിയിട്ടാണ് പെണ്ണ് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. ഇത്തഖില്ലാഹ യാ അമത്തല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ പെണ്ണേ. അപ്പോഴാണ് പെണ്ണ് പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്, ഞാൻ നിങ്ങളുമായി പ്രണയത്തിലാണ്, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, എന്നെ നിങ്ങൾ സ്നേഹിക്കണം, എന്റെ ശാരീരിക ആഗ്രഹങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചു തരണമെന്ന് മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് പെണ്ണ് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു പെണ്ണിനോട് തിരിച്ചു ചോദിക്കുന്നത്, ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് വ്യക്തമായ മറുപടി നൽകിയാൽ നിന്റെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി തരാമെന്ന്, നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സഫലീകരിച്ചു തരാമെന്ന് മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പെണ്ണിനോട് പറയാണ്. പെണ്ണ് പറഞ്ഞു, ചോദിച്ചോളൂ, ഇല്ലാ സദ്ദഖതുക, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ സത്യം മാത്രമേ നിങ്ങളോട് പറയുകയുള്ളൂ. അപ്പോഴാണ് ഉബൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഖ്ബിരീനി, പെണ്ണേ എന്നോട് പറയണം, ലൗ അന്ന മലക്കൽ മൗതി അതാകി യഖ്ബിലു റൂഹകി അകാന യസുറുകി അന്നി ഖളൈതു ലക ഹാദിഹിൽ ഹാജ, നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി, നിന്റെ ആത്മാവിനെ കൊണ്ടുപോവാൻ
വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടെ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് നിന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് കൊണ്ടുപോയി മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാൻ നിന്റെ വൈകാരിക താല്പര്യങ്ങൾ പൂർത്തീകരിച്ചു തന്നാൽ ആ ഒരു പ്രവർത്തനം കൊണ്ട് നിനക്ക് സന്തോഷമാണോ ദുഃഖമാണോ ഉണ്ടാവുക? മരണസമയത്ത് ഈ ഒരു വ്യഭിചാരം കാരണം നീ സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ ചെയ്യുക? പെണ്ണ് പറഞ്ഞു, യാ അല്ലാഹ്, അല്ലാഹുമ്മ ലാ, അല്ലാഹുമ്മ ലാ, എനിക്ക് പേടിയാണ്, ഞാൻ പേടിക്കുകയാണ്, എനിക്ക് സന്തോഷം നൽകൂല. അടുത്ത ചോദ്യം ചോദിച്ചു, ഖബറിലേക്ക് കൊണ്ടുപോയാൽ മുൻകർ നക്കീർ അവിടേക്ക് കടന്നു വരൂലേ? മുൻകർ നക്കീർ കടന്നു വരുമ്പോ നിന്നോട് മർറബ്ബുക വമാ ദീനുക എന്നിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോ നമ്മൾ രണ്ടുപേരും സംസർഗം പുലർത്തിയാൽ, വ്യഭിചാരം ചെയ്താൽ, ആ ഒരു വ്യഭിചാരം ഖബറിൽ വെച്ച് നിനക്ക് സന്തോഷമാണോ നൽകുന്നത് അല്ല ദുഃഖമാണോ നൽകുന്നത്? അല്ലാഹുമ്മ ലാ, എനിക്ക് ദുഃഖമാണ് ഉണ്ടാവുക, സന്തോഷമല്ല. ഇനിയുമുണ്ട് ചോദ്യം, മീസാൻ എന്ന തുലാസിന്റെ സമീപത്തേക്ക് നമ്മൾ പോകുമ്പോ നന്മയുടെ തുലാസാണോ തിന്മയുടെ തുലാസാണോ ഭാരമുണ്ടാവുക? എല്ലാവരും പേടിക്കുന്ന സമയമാണത്. ആ സമയത്ത് നിനക്ക് ഈ ഒരു പ്രവർത്തനം സന്തോഷമാണോ നൽകുക? അല്ലേ അല്ല, എനിക്ക് പേടിയാണ് തോന്നുന്നത്. സിറാത്ത് പാലം കടക്കുമ്പോ വലത് കൈയിലാണോ ഇടത് കൈയിലാണോ കിതാബ് തരുന്നത്? ആ ഒരു സമയത്ത് ഈ ഒരു പ്രവർത്തനം കൊണ്ട് നിനക്ക് സന്തോഷം ലഭിക്കുമോ എന്ന് പെണ്ണിനോട് ചോദിച്ചപ്പോ പെണ്ണ് പറഞ്ഞു, അല്ലാഹുമ്മ ലാ, ഇല്ലേ ഇല്ല, എനിക്കതുകൊണ്ട് പേടിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമ പെണ്ണെ, അള്ളാഹുവിന്റെ അടിമയെ, അള്ളാഹുവിനെ പേടിക്കണേ. വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. അന്യപുരുഷന്മാർക്ക് മുന്നിൽ മുഖം പ്രദർശിപ്പിക്കരുത്, അന്യപുരുഷന്മാരോട് സംസാരിക്കരുത്, അന്യപുരുഷന്മാരുമായി ഷെയ്ക്ക് ഹാൻഡ് ചെയ്യരുത്, അന്യപുരുഷന്മാരുമായി പ്രണയമോ പ്രേമമോ വേണ്ട. ഈ എന്റെ വിദ്യാർത്ഥിനികളോട് ഞാൻ ചോദിക്കട്ടെ, കലാലയങ്ങളിൽ പഠിക്കുന്ന, ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളോട്, എന്റെ വിദ്യാർത്ഥികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ പ്രണയം റൂഹ് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷമാണോ നൽകുക? ഖബറിലെത്തിയാൽ രാത്രി ഉറങ്ങാതെ ചാറ്റ് ചെയ്തത്, തന്റെ കാമുകന്റെ കൂടെ ജ്യൂസ് കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ടീ ടോക്കിന് വേണ്ടി പോയത്, അത് സന്തോഷമാണോ ദുഃഖമാണോ നൽകുക? അതേപോലെ നാളെ മഹ്ശറയിലെത്തിയാൽ, നാളെ സിറാത്ത് പാലത്തിലെത്തിയാൽ നിങ്ങളുടെ ഈ പ്രണയങ്ങൾ, നിങ്ങളുടെ ഈ പ്രേമങ്ങൾ, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾക്ക് സന്തോഷമാണോ അല്ല ദുഃഖമാണോ ലഭിക്കുക? ഇത് ആലോചിച്ചിട്ട് മതി ഓരോ പ്രവർത്തനങ്ങളും. പെണ്ണ് പറഞ്ഞു, അല്ലാഹുമ്മ, ഞാൻ നന്നാവുകയാണ്, ഞാൻ നന്നാവുകയാണ്. എന്നിട്ട് നേരെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നു. ഭർത്താവ് ചോദിച്ചു, മാദാ സനഅതി, പെണ്ണെ നീ പോയത് ഉബൈദ് ഇബ്നു ഉമൈറിനെ വഴിക്കേടിലേക്ക് നയിക്കാനല്ലേ, എന്തു പറ്റി? പെണ്ണ് പറഞ്ഞു, അൻത ബത്താൽ, നീ വിഡ്ഢിയാണ്. ഭർത്താവിന്റെ മുഖം നോക്കി പറഞ്ഞു, അൻത ബത്താൽ, ഭർത്താവേ നീ വിഡ്ഢിയാണ്. വനഹ്നു ബത്താലൂൻ, ഞങ്ങൾ രണ്ടുപേരും വിഡ്ഢികളാണ്. പിന്നെ വുളൂ ചെയ്തു നിസ്കരിക്കാൻ തുടങ്ങി, നോമ്പ് നോക്കാൻ തുടങ്ങി, ആരാധന ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഭർത്താവിന് പെണ്ണിനെ കിട്ടാതായി, ഭർത്താവിന് ഭാര്യയെ കിട്ടാതായി. കാരണം ഭാര്യ എപ്പോഴും നിസ്കാരത്തിലാണ്, എപ്പോഴും നോമ്പിലാണ്, എപ്പോഴും ആരാധനയിലാണ്. അപ്പോഴാണ് വ്യഭിചാരത്തിലേക്ക് പറഞ്ഞയച്ച ദയ്യൂസ് എന്ന് പറയുന്ന ഈ ഭർത്താവ് പറയാൻ തുടങ്ങി, മാലി വലി ഉബൈദ് ഇബ്നു ഉമൈർ അഫ്സദ അലയ്യ സൗജതി, എന്റെ ഭാര്യയെ ഉബൈദ് മോശമാക്കിയല്ലോ, എന്റെ ഭാര്യയെ ഉബൈദ് മോശമാക്കിയല്ലോ. ഇത്രയും നല്ല സുന്ദരിയായ ഭാര്യ, എല്ലാ ദിവസവും പുതുനാരിയെ പോലെ മണിയറയിലേക്ക് വരുമ്പോൾ അണിഞ്ഞൊരുങ്ങി മനോഹരമായി കടന്നു വന്നിരുന്ന ഭാര്യ ഇന്ന് മണിയറയിലേക്ക് വരുന്നേയില്ല. ആകെ നിസ്കാരമാണ്, ആകെ നോമ്പാണ്. വേണ്ടായിരുന്നല്ലോ, ഞാനിങ്ങനെ പറഞ്ഞേക്കേണ്ടില്ലായിരുന്നല്ലോ എന്ന് പറയാൻ തുടങ്ങി ഭർത്താവ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനൊരു അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആരാരും കാണാതെ, ആരാരും ശ്രദ്ധിക്കാതെ തെറ്റ് ചെയ്യാൻ നമ്മൾക്ക് അവസരമുണ്ടാകുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു തെറ്റ് കാരണം മരിക്കുന്ന സമയത്ത് എനിക്ക് സന്തോഷമാണോ നൽകുക അല്ല പ്രയാസമാണോ? എന്റെ സഹോദരിമാരെ, നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കണേ. ഉമ്മ അറിയാതെ, ഉപ്പ അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, ജ്യേഷ്ഠാനുജന്മാരറിയാതെ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭർത്താക്കന്മാര്, മക്കളറിയാതെ അവിഹിത ബന്ധങ്ങളോ, അവിഹിത സംസാരങ്ങളോ, അവിഹിത ചാറ്റിങ്ങുകളോ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണേ.
റൂഹ് പിടിക്കുന്ന സമയത്ത് എല്ലാവരും വെപ്രാളപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ഒരു സമയം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. ആ സമയത്ത് ഇത് കാരണം എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കണേ. അള്ളാഹു കാക്കട്ടെ. നബി തങ്ങൾ പറയാണ്, അള്ളാഹു പറയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ, വഅദ് പറഞ്ഞാൽ നന്നാവുന്നത്, വഅദ് പറഞ്ഞാൽ ഉപകരിക്കുന്നത്, ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ്. ആൾക്കാരുടെ മുന്നിലല്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് വഅദ് ഉപകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ നമ്മൾ ആലോചിച്ചാൽ മതി. ഒറ്റയ്ക്കൊരു മുറിയിലാണ്, 4G സൗകര്യങ്ങളുള്ള ഇന്റർനെറ്റിന്റെ സംവിധാനമുണ്ട്. ഒരാളും ഇത് കാണൂല, ഉമ്മ അറിയൂല, ഉപ്പ അറിയൂല. ഇന്റർനെറ്റിന്റെ മായാ ലോകത്തേക്ക് എന്തു ചെയ്യാനും നമ്മൾക്ക് സൗകര്യമുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്താൽ വിരൽ തുമ്പിലേക്ക് നമ്മൾ ആവശ്യപ്പെട്ടതൊക്കെ കടന്നു വരികയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾക്കുണ്ടാകുമ്പോ ഈ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെച്ചിട്ട് ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? ഒരു 2 റക്അത്ത് ഞാൻ നിസ്കരിക്കട്ടെ, ഒരാളും കാണാത്ത സമയമാണല്ലോ, ഞാനും എന്റെ റബ്ബും മാത്രമുള്ള സമയമാണല്ലോ. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ മനോഹരമായ ശീതീകരിച്ച മുറിയിൽ ബ്ലാങ്കറ്റിനകത്ത് പുതച്ചുകൊണ്ട് മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കുന്ന പെങ്ങളെ, നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആ സമയത്ത് നീയും നിന്റെ റബ്ബും മാത്രം കാണുന്ന സമയത്ത് ബാത്റൂമിലേക്ക് ചെന്ന് വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ, അതേപോലെ സുന്നത്ത് നിസ്കരിക്കാൻ, അതേപോലെ ഖുർആൻ ഓതാൻ, അതേപോലെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നിനക്ക് സമയം കിട്ടുന്നുണ്ടോ? നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഫബശ്ശിർഹു ബിമഗ്ഫിറതിൻ വഅജ്രിൻ കരീം. അവർക്ക് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. അല്ലാഹുവിനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പേടിക്കുന്ന ആളുകൾ, അവർക്ക് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ. പിശാചിന്റെ ദുർബോധനം കൊണ്ട്, പിശാച് തിന്മയിലേക്ക് നയിക്കുമ്പോ ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്മയിൽ പിടിച്ചു നിർത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അല്ലാഹു പറയുന്നത്, അശ്ഹദു അല്ലാ ഇലാഹ استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين إن شاء الله നിങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റ് വരും. മാന്യമായ രീതിയിൽ ഒരു തുക ഇട്ട് എല്ലാവരും സഹകരിക്കണേ. ഒരു മിനിമം ഒരു 100 എങ്കിലും എല്ലാവരും ഇട്ട് കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, മനോഹരമായി ഫാൻ വെച്ച് തന്നു, പിന്നെ മഴ കൊള്ളാതിരിക്കാൻ ഷീറ്റ് വെച്ചു, നല്ല ശബ്ദം, നല്ല മൈക്ക്, നല്ല സദസ് എല്ലാം ഒരുക്കി തന്നു. നിങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ ഇൽമ് എത്തിക്കണമെന്നൊരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ സംഘാടകർക്കുള്ളത്. പക്ഷെ അടുത്ത വർഷവും ഈ വാൽ ഇങ്ങനെ സംഘടിപ്പിക്കണമെങ്കിൽ നമ്മുടെ സംഘാടകർക്ക് ബാധ്യത ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ലൊരു തുക, 500 കഴിയുന്ന ആൾ 500, ഇനി 2000 കഴിയുമെങ്കിൽ 2000. എല്ലാവരും പെണ്ണുങ്ങളൊക്കെ ഇന്ന് ഏതായാലും കൊണ്ടുവന്നതൊക്കെ ഇട്ട് കൊടുക്കുക. നാളെ എല്ലാം വരുമ്പോ 2 ദിവസമുള്ളൂ, നാളെ മറ്റന്നാളും മാന്യമായ രീതിയിൽ കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ്. വേറൊരു പിരിവൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. ഈ ബാധ്യത തീർന്നവന് പിരിവിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരു കവറും നിങ്ങളുടെ കയ്യിൽ തരും. അതിലും മാന്യമായ രീതിയിൽ ഒരു മിനിമം 1000 കവറിലിട്ട് എല്ലാവരും സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഈ നൽകുന്ന സംഭാവന കാരണം മരണം വരെ മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കാതെ ഇസ്സത്തോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഈ ഒരു സംഭാവന കാരണം ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഈ ഒരു സംഭാവന കാരണം മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എന്താണ്
അൽഹംദുലില്ലാഹ്. BS ഇബ്രാഹിം എന്ന് പറയുന്ന സഹോദരൻ 5000 രൂപ ഇവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. എന്തുദ്ദേശമാണോ സഹോദരനുള്ളത് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, മാറാ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നീ കാക്കണേ അല്ലാഹ്. സർവശക്തനായ റബ്ബേ, ഈ സ്വതക്ക കാരണം ജോലിയിലും ബിസിനസ്സിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. 5000 ഏറ്റെടുക്കാൻ കഴിയുന്ന ആൾ 5000 ഏറ്റെടുക്കുക. ഇനി 10000 പറ്റുമോ അത് ഏറ്റെടുക്കുക. 2000 കഴിയുന്ന ആൾ 2000. നല്ലൊരു തുക ഏതായാലും റമദാനാണല്ലോ, നമ്മൾ മാന്യമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് ബക്കറ്റിൽ ഒരു മാന്യതയുണ്ട്, കവറിൽ ഒരു മാന്യതയുണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ അല്ലാഹു പറയാണ്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരിച്ചുപോയ ആളുകളെ നാമാണ് ജീവിപ്പിക്കുന്നത്. മരിച്ചുപോയ ആളുകളെ നാം ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരിച്ചുപോയാൽ ഖബറിലേക്കൊന്നും വരൂല എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലേ? മരിച്ചുപോയാൽ അവർക്ക് വേണ്ടി യാസീൻ ഓതിയാൽ, അവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ, അവർക്ക് വേണ്ടി സ്വതക്ക നൽകിയാൽ ഒന്നും വരൂല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ബക്കറ്റിലേക്ക് ക്യാഷ് ഇടുമ്പോ മരിച്ചുപോയ ഉമ്മയുണ്ടെങ്കിൽ, മരിച്ചുപോയ ഉപ്പയുണ്ടെങ്കിൽ, മരിച്ചുപോയ കുടുംബക്കാരുണ്ടെങ്കിൽ, സ്നേഹിതന്മാരുണ്ടെങ്കിൽ, അല്ലാഹുവേ അവരുടെ ഖബറിടത്തിലേക്ക് ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നല്ല മാന്യമായ സംഭാവന ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനാണ് മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തത് അല്ലാഹു എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതെല്ലാം അല്ലാഹു വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ശേഷം വരുന്ന ആളുകൾ, എന്റെ ശേഷം വരുന്നത് എന്റെ മക്കളാണ്, നിങ്ങളുടെ ശേഷം വരുന്നത് നിങ്ങളുടെ മക്കളാണ്. അപ്പോ ഞാൻ മരിച്ചു, എന്റെ ഖബറിടത്തിൽ ഞാൻ കിടക്കുമ്പോ എനിക്ക് 4 or 5 നല്ല സാലിഹീങ്ങളായ മക്കളുണ്ടെങ്കിൽ, ഈ 5 മക്കൾ നിസ്കരിക്കുന്നുണ്ട്, 5 മക്കൾ സ്വതഖ ചെയ്യുന്നുണ്ട്, 5 മക്കൾ ഖുർആൻ ഓതുന്നുണ്ട് എങ്കിൽ ഇവരുടെ നന്മകൾ ഉപ്പയുടെ ഖബറിടത്തിലേക്ക് വരും. 5 മക്കളുടെ. ഇനി ആ മക്കൾക്കും സാലിഹീങ്ങളായ മക്കളുണ്ട്, അത് ഉപ്പയുടെയും ഉപ്പൂപ്പയുടെയും ഖബറിലേക്ക് വരും. 7ഓളം തലമുറയിലേക്ക് അവർ ചെയ്യുന്ന നന്മകൾ കടന്നു വരുമെന്നാണ്. അതുകൊണ്ട് മക്കളെ സ്വാലിഹാക്കാൻ അധ്വാനിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭീമമായ തുകകൾ നൽകി ഭൗതികതയുടെ പിന്നാലെ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നമ്മുടെ നാട്ടിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ഥാപനം കാസർഗോഡിന്റെ ഹൃദയഭാഗമായ തളങ്കരയിൽ വളരെ പ്രശസ്തമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 12 വർഷത്തെ വിദ്യാഭ്യാസം നൽകുന്ന ദാറുൽ ഹുദ സംവിധാനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലാത്ത വിധം ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രശസ്തി ആർജിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അല്ലേ? 12 വർഷത്തെ വിദ്യാഭ്യാസമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ പാസ്സായ മക്കളുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാകും. പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ് പാസ്സായ മക്കൾ ഇപ്പൊ അപേക്ഷിക്കേണ്ട സമയമാണ്. പരിശുദ്ധ റമദാൻ 20 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട സമയമാണ്. ജൂൺ 1 സ്കൂൾ തുടങ്ങി. ഒരു മാസത്തിൽ 10,000 കൊടുത്ത്, 6,000 കൊടുത്ത്, 3,000 കൊടുത്ത് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾ. ഒരു വർഷത്തിൽ 1 ലക്ഷമൊക്കെ വലിയ ചെലവുകൾ വരുന്ന. എന്താ ഇവിടെ പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷാണ്, പിന്നെ ഭൗതികങ്ങൾ. അവിടെ പഠിപ്പിക്കുന്നത് ഒന്നും കുറയാതെ അതിന്റെ ഇരട്ടിയോളം വിദ്യാഭ്യാസം കൂടുതൽ നൽകി. ഭൗതികതയിൽ മതങ്ങൾ അതിനേക്കാളും വിപുലമായി മതവിദ്യാഭ്യാസവും നൽകി 12 വർഷത്തെ വളരെ മനോഹരമായ ഒരു കോഴ്സ് നമ്മുടെ നാടിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപനമായ മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമി. ഇംഗ്ലീഷ് ഉണ്ട് അവിടെ, ഉറുദു സംസാരിക്കാൻ പറ്റും, അറബി, മലയാളം, കമ്പ്യൂട്ടർ വിജ്ഞാനമുണ്ട്, സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, മാത്സ് പഠിപ്പിക്കുന്നുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ ഒരു ഹുദവിയായി ഇറങ്ങുമ്പോ ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ട് ഇറങ്ങുന്നത്. 3000കണക്കിന് ഹുദവികൾ ഇറങ്ങിയിട്ടുണ്ട്. 100% ഹുദവികളും ഡിഗ്രി ക്വാളിഫൈഡ് ആണ്. 50% ആളുകളും PG ക്വാളിഫൈഡ് ആണ്. 20% ആളുകളും PGയുടെ മുമ്പിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി PhD ചെയ്യുന്ന ആളുകൾ, MPhil ചെയ്യുന്ന ആളുകൾ, ലണ്ടനിൽ പഠിക്കുന്ന ആളുകളുണ്ട്.
തുർക്കിയിൽ പഠിക്കുന്ന ആളുകളുണ്ട്, അമേരിക്കയിൽ പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ പഠിക്കേണ്ടവർക്ക് യാതൊരു ചെലവില്ലാതെ 12 വർഷത്തെ കോഴ്സാണ്. ഭൗതികത എന്താണോ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതിനേക്കാളും നല്ലൊരു വിദ്യാഭ്യാസം ഒരു ചെലവ് പോലും ഇല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ദാറുൽ ഹുദ നൽകുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഒരേ ക്യാഷ് മുടക്കി മക്കളെ പഠിച്ചോനെ ഇവര് രാത്രി എപ്പോഴാ വരിക, സ്കൂൾ വിട്ട് വീട്ടിലെത്തുവോ, ഇവർ എന്തൊക്കെ ചെയ്യാം, അവിടുന്ന് കഞ്ചാവ് അടിക്കോ, ഇവരവിടുന്ന് പെണ്ണ് പിടിക്കോ, ഇങ്ങനെയുള്ള ടെൻഷനുകളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ മാതാപിതാക്കൾ കാണിക്കുക. 12 വർഷം കഴിയുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാലിഹായ കൺകുളിർമയുള്ള മക്കളായി മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെൺകുട്ടികളാണെങ്കിൽ SSLC കഴിഞ്ഞാൽ വഫിയയുണ്ട്, ആൺകുട്ടികൾക്കുമുണ്ട് SSLC കഴിഞ്ഞാൽ വഫിയകൾ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, ഇതൊക്കെ നമ്മൾക്ക് സമസ്ത നൽകുന്ന, കേരളക്കരയിൽ സമസ്ത സംവിധാനം ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. ഒരു ചെലവുമില്ലാതെയാണ് പഠിപ്പിക്കുന്നത്, ഒരു ചെലവും നമ്മൾക്കില്ല. എന്നിട്ടും ഇതിനോട് ആളുകൾ അകലുന്നത് എന്തെന്ന് എനിക്കറിയില്ല. നമ്മൾ സ്കൂളിൽ പോയിട്ട് ലക്ഷങ്ങൾ മുടക്കുമ്പോ ഒരു 5 പൈസ നയാ പൈസ ചെലവില്ലാതെ എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാ കഴിവുമുള്ള നിപുണരായ വിദ്യാർത്ഥികളെ സമുദായത്തിലേക്ക് പറഞ്ഞേക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോ, അങ്ങനെ 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സായ മക്കളുണ്ടെങ്കിൽ ഓൺലൈൻ വഴി അപേക്ഷിക്കുക, എന്നിട്ട് അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. 5000കണക്കിന് ആളുകൾ 10000കണക്കിന് ആളുകളൊക്കെ ഇന്റർവ്യൂവിന് വരിക. ഒരു സ്ഥാപനത്തിന് 2000-ഓ 1000-ഓ 500-ഓ ആളുകൾ വന്നാൽ അതിൽ നിന്നൊരു 40 പേരെയാ തെരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു 80 പേരെയാ. ദാറുൽ ഹുദയിലൊക്കെ ഏകദേശം 2000-ഓളം ആളുകൾ അഡ്മിഷന് വരാറുണ്ട്. എടുക്കുന്നത് എത്രയാ, 40 ആളുകൾ 80 ആളുകൾ. അപ്പോ വളരെ ബുദ്ധിയുള്ള അത് മഹാനായ ബാപ്പുട്ടി ഹാജിയാണ് ഇതിന്റെ ശില്പി. ബാപ്പുട്ടി ഹാജി പറഞ്ഞു, ഇങ്ങനൊരു ഇന്റർവ്യൂ സംവിധാനം ദാറുൽ ഹുദയിൽ ഞാൻ തീരുമാനിക്കാനുള്ള കാരണം, നബി തങ്ങളുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. ഒരു കാലഘട്ടത്ത് നമ്മുടെ മക്കൾ 5 മക്കളുണ്ട്, ഒന്നിനും കൊള്ളാത്ത മക്കളെ ഒരു കാലഘട്ടത്ത് പഠിപ്പിച്ചിരുന്നത്. 5 മക്കളുണ്ട്, കഴിയാത്തൊരു മക്കള്, ഒന്നിനും കഴിവില്ലാത്ത, എന്നാ പിന്നെ ഇവനെ ദർസിൽ കൊണ്ടുപോയി ചേർക്കാം എന്നൊരു സംവിധാനം പഴയ കാലത്തുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. ആലിമീങ്ങൾ ബുദ്ധിയുള്ളവരാവണം, ആലിമീങ്ങൾ നല്ല കഴിവുള്ള ആളുകളാവണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സംവിധാനം അഡ്മിഷന്റെ സമയത്ത് സംവിധാനിക്കാനുള്ള കാരണമെന്ന് മഹാനായ മർഹൂം ബാപ്പുട്ടി ഹാജി അള്ളാഹു അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അപ്പോ നമ്മുടെ മക്കൾ കൺകുളിർമയുള്ള മക്കളാവാൻ, നാളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് നിരന്തരമായി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ, ഇങ്ങനെയുള്ള ദീനി സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ മക്കളെ നമ്മൾ ചേർക്കാനുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉണ്ടായാലുള്ള നേട്ടം എന്താണ്? ഇങ്ങനെയുള്ള മക്കളെ നമ്മൾ ഉണ്ടായാലുള്ള നേട്ടം എന്താണ്? സീസർ വലിക്കാത്ത, കള്ളു കുടിക്കാത്ത, പെണ്ണ് പിടിക്കാത്ത, അല്ലെങ്കിൽ നല്ല അച്ചടക്കമുള്ള, ഖുർആൻ ഓതിയാൽ അർത്ഥം മനസ്സിലാകുന്ന, കിതാബ് തിരിയുന്ന, ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും മലയാളത്തിലും പ്രഭാഷണം നടത്താൻ പറ്റുന്ന പ്രഗത്ഭരായ മക്കൾ നമ്മൾക്കുണ്ടായാൽ നമ്മുടെ നമ്മുടെ കണ്ണിന് കുളിർമ ലഭിക്കാൻ അതിനേക്കാളും കൂടുതൽ എന്താ വേണ്ടത്? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നഷ്ടപ്പെടുത്തരുത്. ഇങ്ങനെ മുടിയും ക്രോപ്പ് ചെയ്ത് ചെത്തി മുട്ടിനതായ ഫാൻഡ് വിട്ട് നടക്കുന്നതിന് പകരം മാന്യമായ മക്കളാക്കി വളർത്തുക. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആഥാറഹും. മരിച്ചുപോയ ആളുകളെ നാം ജീവിപ്പിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതെല്ലാം നാം രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ശേഷം വരുന്ന ആളുകൾ അഥവാ നിങ്ങളുടെ മക്കൾ. നമ്മൾ പറഞ്ഞ ഒരു ചരിത്രം പറഞ്ഞല്ലേ, സൂറത്ത് ഖുർആൻ മുഴുവൻ മോദി ഉപ്പയുടെ കബറിലേക്ക് ആദ്യം ചെയ്യുമ്പോൾ ഉപ്പ ഇങ്ങനെ മസലും പിടിച്ച് ഇങ്ങനെ നിന്നു സന്തോഷത്തോടെ. മകൻ മരിച്ചപ്പോ ഉപ്പ മറ്റുള്ളവരുടെ അമലിന് വേണ്ടി കാത്തിരുന്ന സംഭവം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ മക്കൾ ഉണ്ടാക്കിയാൽ ആ മക്കൾ ഓതുന്ന ഫാത്തിഹ, ആ മക്കൾ ഓതുന്ന ദുആ, ആ മക്കൾ ഓതുന്ന പ്രാർത്ഥന, അത് മാതാപിതാക്കളുടെ ഖബറിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. ഇസ്ലാമിൽ ഒരാൾ ഒരു നല്ല കാര്യം തുടങ്ങിയാൽ, നല്ല കാര്യം ചെയ്താൽ, അതാ ഒരു സാലിഹായ മക്കളെ ഉണ്ടാക്കിയാൽ, സാലിഹായ മക്കൾ നല്ല കാര്യമാണല്ലോ, ഫലഹു അജ്റുഹാ, അതിന്റെ പ്രതിഫലം അവനുണ്ട്. വഅജ്റു മൻ അമില ബിഹാ. മജ്ലിസുൻ നൂർ ഉദ്ഘാടനം ചെയ്തത്, അതിന് തുടക്കം കുറിച്ചത് മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് അല്ലേ? മജ്ലിസുൻ നൂറിന് തുടക്കം കുറിച്ചതാരാ? ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഹൈദർ അലി ശിഹാബ് തങ്ങളോട് മഹാനായ പാണക്കാട്ട് പൂമുത്ത്, പാണക്കാട്ട് സർമുല്ല,
പ്രബുദ്ധ കേരളത്തിന്റെ അവസാന വാക്ക് ഹൈദർ അലി ശിഹാബ് തങ്ങളോട് ചാനലുകാർ ചോദിച്ചു, എന്തേ ഇങ്ങനെ ഒരു മജ്ലിസ് നൂർ തുടങ്ങാനുള്ള കാരണം, അതിനുള്ള കാരണം എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ ഹൈദർ അലി തങ്ങൾ പറഞ്ഞ മറുപടി, എന്റെ വന്യപിതാവ് മഹാനായ പൂക്കോയ തങ്ങൾ ഞങ്ങൾക്കൊരു രോഗമുണ്ടായാൽ, ഞങ്ങൾക്കൊരു അസുഖമുണ്ടായാൽ മജ്ലിസ് നൂറിന് പകരം മജ്ലിസ് നൂർ എന്നില്ലല്ലോ, ബദരീങ്ങളുടെ പേരുച്ചരിച്ച് ബദരീങ്ങളുടെ 313 പേര് പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ ഊതുമായിരുന്നു, ഞങ്ങൾക്ക് ശിഫ ലഭിക്കുമായിരുന്നു എന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇന്ന് വളരെ വ്യാപകമായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മാറാവ്യാധിയായ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ബദരീങ്ങളെ വിളിച്ചിട്ട് നമ്മളൊന്ന് ദുആ ചെയ്യാ, അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മതി. അപ്പൊ ഇന്ന് GCC രാഷ്ട്രങ്ങളിലെ കേരളക്കരയിലുള്ള ഒട്ടുമിക്ക മഹല്ലുകളിൽ, കേരളത്തിന് പുറത്തുള്ള മഹല്ലുകളിൽ മജ്ലിസുൻ നൂർ നിരന്തരമായി ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലം മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 10,000-കണക്കിന് മദ്രസകളിൽ ദിവസേന 3 സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതിനാരാണോ തുടക്കം കുറിച്ചത് മഹാനായ ബാഫഖി തങ്ങളാണ്. അവരുടെ ഖബറിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പള്ളികളിലും ഹദ്ദാദ് ചൊല്ലാറുണ്ടല്ലോ. 10,000-കണക്കിന് പള്ളികളിൽ വെച്ച് ഹദ്ദാദ് ചൊല്ലുമ്പോ അതിന്റെ ശ്രേഷ്ഠത ആർക്കാണ് പോകുന്നത്? സാഹിബുൽ ഹദ്ദാദ്. മൻഖൂസ് മൗലിദ് ഓതുമ്പോ അതിന്റെ ശ്രേഷ്ഠത സൈനുദ്ദീൻ മഖ്ദൂമിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കൊലപാതകം നടക്കുമ്പോ കാസർഗോഡ് ജില്ലയിൽ വെച്ചല്ലേ ഞാൻ സംസാരിക്കുന്നത്. റമദാനിന് മുമ്പുള്ള ഒരു മാസത്തിലെ 6ഓ 5ഓ കൊലപാതകമല്ല നമ്മുടെ നാട്ടിൽ നടന്നത്. എത്രത്തോളം നിസ്സാരമായിട്ടാണ് കൊലപാതകങ്ങളെ കാണുന്നത്. ഒരു പക്ഷിയെ പോലും വെറുതെ കൊല്ലരുത് എന്ന് പറഞ്ഞ മതമല്ലേ നമ്മുടെ മതം. ഒരു പക്ഷിയെ പോലും വെറുതെ കൊല്ലരുത്. ഒരു ഉസ്ഫൂർ, ഒരു പൈങ്കിളിയെ കാരണമില്ലാതെ കൊന്നുപോയാൽ ആ പൈങ്കിളി നാളെ അക്ഷരാലോകത്ത് നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെയല്ലേ മനുഷ്യന്മാർ അങ്ങനെ യാതൊരു വില നൽകാതെ, യാതൊരു പ്രാധാന്യം നൽകാതെ എത്രയോ ആളുകൾ ഇവിടെ കൊല ചെയ്യപ്പെടുകയാണ് ദിനേന കൊലപാതകങ്ങളുടെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ കൊലപാതകങ്ങളുടെ എല്ലാ കൊലപാതകങ്ങളുടെയും ഒരു ഓഹരി ആരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്? ആദം നബിയുടെ മകനായ ഖാബീലിന് ലഭിക്കുന്നുണ്ട് എന്ന് സഹീഹുൽ ബുഖാരി. ആദം നബി അലൈഹിസ്സലാമിന്റെ മകന് ഇതിന്റെ എല്ലാ ഓഹരിയും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ? ആദ്യമായി കൊലപാതകം നടത്തിയത് ആദം നബിയുടെ മകൻ ഖാബീലാണ്. അപ്പൊ ആരാണോ ആദ്യമായൊരു തെറ്റ് ചെയ്യുന്നത്, ശേഷം അതേ തെറ്റ് ചെയ്യുന്ന ആളുകൾ ആ തെറ്റുകളിൽ ആദ്യം തുടങ്ങി വെക്കുന്ന ആളുകൾക്ക്, ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് ഒരു പിരിവ് പറയുകയാണെന്ന് സങ്കല്പിക്കുക. ഇന്ന് പിരിവൊന്നും എടുക്കുന്നില്ല, ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു, ആരാണ് 5,000 രൂപ അല്ലെങ്കിൽ ഒരു 2,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഈ ദീനിയായ സംരംഭത്തിന്, ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറുള്ളവർ കൈപ്പൊക്കൂ എന്ന് പറയുമ്പോ പെട്ടെന്നൊരാൾ കൈപ്പൊക്കി, ഞാൻ തരാം ഉസ്താദേ. അപ്പൊ ഒരാൾ കൈപ്പൊക്കി. അത് കണ്ടപ്പോഴാണ് ബാക്കിലുള്ള ആള് ഞാൻ തരാം, മുമ്പിൽ മറ്റൊരാള് ഞാൻ തരാം, സ്റ്റേജിലുള്ള ഒരാള് ഞാൻ തരാം, ബാക്കിലുള്ള പെണ്ണുങ്ങൾ ഒരു 10 ആള് ഞാൻ തരാം, 100 ആളുകൾ ഞാൻ തരാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്താൽ 100 ആളുകൾക്കും അതിന്റെ പ്രതിഫലമുണ്ട്. ആ 100 ആളുകളുടെ പ്രതിഫലങ്ങളിൽ നിന്ന് അല്പം പോലും കുറക്കാതെ ആരാണോ ആദ്യം കൈപ്പൊക്കിയത് അവനും കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് സംഭാവനയുടെ കഥകൾ പറയുമ്പോ, പിരിവിന്റെ വിഷയം പറയുമ്പോൾ കൈതാത്തി വെക്കല്ല. 100 ആണോ കൊടുക്കാൻ പറ്റുന്നത്? 100 ആണെങ്കിൽ 100 കൈപ്പൊക്കിയേക്ക്. 1000 ആണെങ്കിൽ 1000 കൈപ്പൊക്കിയേക്ക്. നീ 1000 കൊടുത്ത ശേഷമായിരിക്കും പിന്നിൽ നിന്നൊരാൾ 1,00,000 കൊടുക്കുന്നത്. 1000 കൊടുത്ത നിനക്ക് 1,00,000ത്തിന്റെ പ്രതിഫലം ലഭിക്കും. കാരണം നീയാണ് ആദ്യം തുടക്കം കുറിച്ചത്. അതുകൊണ്ട് നമ്മളൊരു നന്മ ചെയ്താൽ, നമ്മളൊരു നന്മയ്ക്ക് തുടക്കം കുറിച്ചാൽ എന്തിനേറെ പറയണം. ഈ ഒരു വാദിന്റെ സദസ്സ് സംഘടിപ്പിച്ച നമ്മുടെ SKSSF-ന്റെ പ്രവർത്തകരെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് അടക്കമുള്ള പ്രവർത്തകരെ, അവർക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠത എന്താണ്? ഈ 4 ദിവസത്തെ വാദിൽ ഒരു മാറ്റം ഉണ്ടായാൽ, ഒരാളിലെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ, യാസീനോദാൻ തുടങ്ങിയാൽ ഈ സംഘാടകർക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. വാദ് പറയുന്ന ഉസ്താദിനുണ്ട്, അതേപോലെ ഇതിന്റെ സംഘാടകർക്കുണ്ട്. ഇതിലേക്ക് സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി സഹായിച്ച എല്ലാ ആളുകൾക്കും ആ യാസീൻ ഓതുന്നതിന്റെ പ്രതിഫലമുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ കൈപ്പൊക്കിയിട്ടുണ്ട്. ഇന്നലെ കുറച്ചാളുകളെ കൈപ്പൊക്കിയിട്ടുള്ളൂ.
ഇന്ന് ഒരുപാട് ആളുകൾ യാസീൻ ഓതി ഇതിന്റെ കൈപ്പൊക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രതിഫലങ്ങളൊക്കെ ഈ ആളുകൾക്കൊക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഒരു കാരണവശാലും വൈകിപ്പിക്കാൻ പാടില്ല. വേഗം വേഗം അത് ചെയ്യണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ആലിമീങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി പരിശുദ്ധമായ സൂറത്ത് യാസീനിൽ പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ സൗണ്ട് പോരാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله. ഇനി പറയാൻ പോകുന്നത് മനോഹരമായ ഒരു കഥയാണ്. മനോഹരമായ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ 3 ശിഷ്യന്മാരെ ഒരു നാട്ടിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അന്ന ഈസാ അർസല ഇലാ ഖറിയത്തി അൻത്വാഖിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തന്റെ 2 ശിഷ്യന്മാരെ പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ 2 ശിഷ്യന്മാരും ആ നാട്ടിലെത്തി, അൻത്വാഖിയയിലെത്തി. ഫലഖിയ ശൈഖൻ യർആ ഗുനൈമാതിൻ ലഹ്. ഒരു വയസ്സനായ ഒരാൾ ആ നാട്ടിൽ ആട് മേച്ച് ഇങ്ങനെ നടക്കുകയാണ്. വഹുവ ഹബീബുൻ നജ്ജാർ, അദ്ദേഹത്തിന്റെ പേരാണ് ഹബീബുൻ നജ്ജാർ സ്വാഹിബു യാസീൻ. ഫദഅഊഹു ഇലല്ലാഹ്. ആദ്യമായി ഒരു വയസ്സനെ കണ്ടപ്പോ ഈസാ നബിയുടെ 2 ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം. നഹ്നു റസൂല ഈസ, ഞങ്ങൾ ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്. അല്ല, അതിന് തെളിവെന്താ? എല്ലാത്തിനും തെളിവാണല്ലോ. നിങ്ങൾ ഈസാ നബിയുടെ ശിഷ്യനാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൂതനാണ് എന്നതിന്റെ തെളിവെന്താ? വ്യക്തമായ ഒരു തെളിവ് കൊണ്ടുവന്നാൽ ഞാൻ വിശ്വസിക്കാം. അവര് പറഞ്ഞു, നഹ്നു നശ്ഫിൽ മർളാ, രോഗികളെ ഞങ്ങൾ ശിഫ നൽകും. ഏത് രോഗിയാണെങ്കിലും ഞങ്ങൾ ശിഫ നൽകും. അദ്ദേഹത്തിന് ഒരു ഭ്രാന്തനായ രോഗിയായ വർഷങ്ങളായി കിടപ്പിലായ ഒരു മകനുണ്ടായിരുന്നു. എന്നാൽ എന്റെ വീട്ടിലേക്കൊന്ന് വരണം, എന്റെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരു മകനുണ്ട്, അവനൊന്ന് നിങ്ങൾ ശിഫപ്പെടുത്തി തരാൻ പറ്റുമോ? എന്നാ പോയി നോക്കാം. അങ്ങനെ പോയി രോഗിയായി വർഷങ്ങളായി കിടന്ന കിടപ്പിലുള്ള മകന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ തടവിക്കൊടുത്തു. തടവിക്കൊടുത്തു. അല്ലാഹുവിന്റെ സമ്മതത്തോടെ ആ കുഞ്ഞുമോൻ ആരോഗ്യത്തോടെ എണീക്കുകയാണ്, ആരോഗ്യത്തോടെ ഉണരുകയാണ്. അപ്പോഴേക്കും അയാൾ വിശ്വസിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചു. പിന്നെ ഇങ്ങനെ നാട്ടിൽ അത്ഭുതം കാണിച്ചുകൊണ്ട് ഇവരിങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് രാജാവിന്റെ അടുത്തേക്ക് വിവരമെത്തുന്നത്. 2 പേരെയും രാജാവ് വിളിച്ചു കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളാരാ? ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്. എന്താണ് തെളിവ്? നുബുരിഉൽ അക്മഹ, കണ്ണുപൊട്ടന്മാർക്ക് കാഴ്ച ശക്തി ഞങ്ങൾ നൽകും. വനുബുരിഉൽ മരീൽ, രോഗികൾക്ക് ശിഫ നൽകും. ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതത്തോടെ. കണ്ണുപൊട്ടന്മാർക്ക് കാഴ്ചശക്തി, രോഗികൾക്ക് ശിഫ, അത് ഞങ്ങൾ അള്ളാഹുവിന്റെ സമ്മതത്തോടെ നൽകും. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. രാജാവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല, ജയിലിലടച്ചു, 2 പേരെയും ശിക്ഷിച്ചു. അപ്പോഴാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം 3ാമതായ ഒരാളെ, ശംഊൻ എന്ന് പറയുന്ന 3ാമതൊരാളെ പറഞ്ഞേക്കുന്നത്. അയാൾ നാട്ടിലേക്കെത്തി, നാട്ടുകാരോട് സംസാരിച്ചു. കൊട്ടാരത്തിന്റെ അടുത്തെത്തി, രാജാവുമായി ബന്ധം വെച്ചു. രാജാവിന്റെ ഒരു സേവകനായി ഒരുപാട് കാലം ജോലി ചെയ്തിട്ട് രാജാവിന്റെ പ്രീതി കരസ്ഥമാക്കിയ ശേഷം രാജാവിനോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാരാജാവേ, നിങ്ങൾ 2 പേരെ ബന്ദിയാക്കിയിട്ടുണ്ടല്ലോ, എന്താണ് കാരണം? അവരാരാ? രാജാവ് പറഞ്ഞു, അവർ ഇന്ന ആളുകളാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ബഹുദൈവ വിശ്വാസത്തെ എതിർക്കുകയും അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുകയും ചെയ്ത ആളാണ്. എന്നാൽ അവരൊന്നും നമ്മൾക്ക് വിളിച്ചിട്ട് സംസാരിക്കുകയല്ലേ, എന്ന് നമ്മൾക്ക് നോക്കാം. അങ്ങനെ 2 പേരെയും വിളിച്ചു. 3ാമനായി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞയച്ച ശിഷ്യൻ ജയിലിലടച്ചിരിക്കുന്ന 2 പേരോട് ചോദിച്ചു, മാ ബുർഹാനുകുമാ, നിങ്ങളുടെ തെളിവെന്താ? അവര് പറഞ്ഞു, കണ്ണ് പൊട്ടന്മാർക്ക് ഞങ്ങൾ കാഴ്ചശക്തി നൽകും, വെള്ളപ്പാണ്ടുകാർക്ക് ഞങ്ങൾ ശിഫ നൽകും, കണ്ണില്ലാത്ത ആളുകൾക്ക് രോഗികൾക്ക് ശിഫ നൽകും, കണ്ണില്ലാത്ത ആളുകൾക്ക് കണ്ണ് നൽകും. അപ്പോഴാണ് രാജാവ് പറഞ്ഞത്, കണ്ണില്ലാത്ത ഒരാൾ ഇവിടെയുണ്ട്, അവർക്ക് കണ്ണ് നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
കണ്ണില്ലാത്ത ഒരാൾ, കണ്ണിന് കാഴ്ചയില്ല എന്നല്ല, കണ്ണേ ഇല്ല. ഇവിടെ കണ്ണിന് പകരം ഇറച്ചി കഷ്ണമാണ്. ഇങ്ങനെ ഫ്ലാറ്റായി നെറ്റി മുതൽ മൂക്ക് വരെ ഇങ്ങനെ ഫ്ലാറ്റായി കിടക്കുന്ന ഒരു ബോഡി. ദജ്ജാൽ എങ്ങനെയാണ്? ദജ്ജാലിന് ഒരു കണ്ണേ ഉണ്ടാവുള്ളൂ, മറ്റൊരു കണ്ണിങ്ങനെ ഫ്ലാറ്റായി കിടക്കും. അവിടെ കണ്ണില്ല, കാഴ്ചശക്തി ഇല്ല എന്നല്ല, കണ്ണേ ഇല്ല. ഇവിടെ കണ്ണില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? അതുപോലെ ഒറ്റക്കണ്ണനാ ദജ്ജാൽ. ഇതേപോലെ രണ്ട് കൊണ്ടില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ശിഫ നൽകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു കൊണ്ടുവരൂ. കൊണ്ടുവന്നു. അല്ലാഹുവിനോട് ദുആ ചെയ്തു. അപ്പോഴേക്കും ആ കവിൾത്തടങ്ങളിൽ കണ്ണുപോലെ ആകൃതിയുള്ള ഒരു കണ്ണിന്റെ ആകൃതിയുള്ള രൂപം ഇങ്ങനെ പൊട്ടിവിടർന്നു വന്നു. ഒരു പിടി ചെറിയൊരു മണ്ണിന്റെ ഉരുളയെടുത്തു, ആ ഭാഗത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ നല്ല കാഴ്ച ശക്തിയുള്ള രണ്ട് കണ്ണുകളായി ഇത് മാറുകയാണ്. കാഴ്ച ശക്തിയുള്ള കണ്ണുകളായി മാറാണ്. ഇത് കണ്ടപ്പോ രാജാവിന് അത്ഭുതം. അല്ലാഹുവേ, ഇങ്ങനെയുമുണ്ടോ? രാജാവ് പറഞ്ഞു, ഇവിടെ ഒരു അടിമയുണ്ട്, ഒരു കുഞ്ഞുമോനുണ്ട്. 7 ദിവസമായി മരിച്ചു പോയിട്ട് ആ കുഞ്ഞിന്റെ പിതാവ് എവിടെയോ പോയി കിടക്കുകയാണ്. ആ പിതാവ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, കാത്തിരിക്കുകയാണ്. അങ്ങനൊരു കുഞ്ഞിവിടെയുണ്ട്. നിങ്ങളല്ല പറഞ്ഞത് മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ആ മരിച്ച കുഞ്ഞിന് ജീവൻ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ്, കൊണ്ടുവരൂ കുഞ്ഞിനെ. അപ്പോഴേക്കും ആ കുഞ്ഞിനെ കൊണ്ടുവന്നു. എല്ലാവരും രണ്ടുപേരും ദുആ ചെയ്തു. രാജാവിന്റെ സേവകനായ മൂന്നാമത്തെ ശംഊൻ രഹസ്യമായി അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ വഷളാക്കല്ലേ, അല്ലാഹുവേ ഇൻസൾട്ട് ചെയ്യല്ലേ, അല്ലാഹുവേ മരിച്ചുപോയ ആളുകൾക്ക് ജീവൻ നൽകണേ അല്ലാ. അപ്പോഴേക്കും 7 ദിവസമായി മരിച്ചുപോയ കുഞ്ഞ് ജീവനോട് തിരിച്ചു വരികയാണ്. എന്നിട്ട് കുഞ്ഞ് വഅദ് പറയാൻ തുടങ്ങി. ജീവനോട് എണീറ്റിട്ട് കുഞ്ഞ് വഅദ് പറയാൻ തുടങ്ങി. ഇന്നി മുത്തു മുൻദു 7 അയ്യാം, 7 ദിവസമായി ഞാൻ മരിച്ച ഉടനെ ഞാൻ പോയത് നരകത്തിന്റെ അടിത്തട്ടിലേക്കാണ്. കാരണം ഞാനൊരു മുശ്രിക്കാണല്ലോ, മുസ്ലിമല്ലല്ലോ. ഞാൻ നരകത്തിൽ ഇരിക്കുമ്പോഴാണ് ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത്. സുന്ദരനായ, സുമുഖനായ, മനോഹരമായ മുഖമുള്ള ഒരാൾ എനിക്കവിടെ കാണാനിടയായി. അയാൾ അല്ലാഹുവിനോട് ഇവിടെയുള്ള 3 പേർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. ഈ 3 പേരുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ അല്ലാഹുവിനോട് പറയുന്നുണ്ട്. അതാരാണെന്നറിയോ? അതാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ഒരു ആകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ സുന്ദരനായ, സുമുഖനായ ഒരാൾ. ഇവിടെ ഇരിക്കുന്ന 3 ആളുകൾക്ക് അല്ലാഹുവേ അവരുടെ പ്രാർത്ഥന തള്ളിക്കളയല്ലേ, അവരുടെ ദുആഇനെ നീ അവഗണിക്കല്ലേ എന്ന് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്നത് കാണാനിടയായി. പിന്നെ ഈ 3 ആളുകളെ ഞാൻ കണ്ടു. ഹത്താ അഹ്യാനില്ലാ, ഞാൻ ഉടനെ എനിക്ക് അല്ലാഹു ജീവൻ നൽകി. ഞാനിപ്പോൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. അതേപോലെ ഈസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നു. ഈ 3 പേരും ഈസാ നബിയുടെ ദൂതന്മാരാണെന്നും വിശ്വസിക്കുന്നു. അപ്പോഴാണ് രാജാവ് ചോദിക്കുന്നത്, തന്റെ സേവകനായ ശംഊൻ ഇയാളും അവരിൽ പെട്ടവനാണോ? അപ്പോഴാണ് കുഞ്ഞ് പറഞ്ഞത്, ഇയാളിൽ പെട്ടവനെന്ന് മാത്രമല്ല ഇവരുടെ നേതാവാണ് ഈ ശംഊൻ എന്ന് പറഞ്ഞപ്പോ രാജാവ് അവരെ കൊണ്ട് വിശ്വസിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവരെന്താ പറഞ്ഞത്? മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുമെന്നാണ്. മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നത് അല്ലാഹുവല്ലേ, എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? ഇവരെന്താണ് പറഞ്ഞത്? കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് കണ്ണിന്റെ കാഴ്ചശക്തി നൽകുമല്ലേ, അത് അല്ലാഹുവല്ലേ നൽകുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യന് കഴിയുന്നത്? രോഗികൾക്ക് ശിഫ നൽകുമെന്നല്ലേ പറഞ്ഞത്? അത് അല്ലാഹു ചെയ്യേണ്ട കാര്യമല്ല, പിന്നെ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്? ഈ ഒരു വിശ്വാസമാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് സഹായിക്കുമെന്ന് പറയുമ്പോ, മഹാനായ അജ്മീർ ശൈഖ് സഹായിക്കുമെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് സഹായിക്കുമെന്ന് പറയുമ്പോ, സ്വഹാബാക്കൾ സഹായിക്കുമെന്ന് പറയുമ്പോ, ഔലിയാക്കൾ സഹായിക്കുമെന്ന് പറയുമ്പോ, ഇവര് പറഞ്ഞതുപോലെ അവര് ഡയറക്റ്റ് സഹായിക്കുമെന്നല്ല. ഇവരെന്താണ് പറഞ്ഞത്? അന ഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതത്തോടെ ഞങ്ങൾ ജീവിപ്പിക്കുമെന്നാണ്. ആ ഒരു വിശ്വാസമാണ് സുന്നത്ത് ജമാഅത്തിനുള്ളത്. മുഹിയുദ്ദീൻ ശൈഖ് സഹായിക്കുന്നത് ബിഇദ്നില്ലാഹ്, അല്ലാഹു
അള്ളാഹുവിന്റെ സഹായത്തോടെയാണ്, സ്വന്തമായിട്ടുള്ള സഹായമല്ല. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു സഹായിക്കുമെന്ന് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത് അവരുടെ കഴിവല്ല, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട്, അള്ളാഹുവിന്റെ സമ്മതത്തോടെ. നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഭവമാണല്ലോ. സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെ. മഹാനായ ശംസുൽ ഉലമയോട്, മഹാനായ ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് 40 വർഷക്കാലം നേതൃത്വം നൽകിയ, ഈ കേരളത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ച സമർത്ഥനായ സൂഫി വൈദ്യനാണ്. അദ്ദേഹത്തിന് അറിയാത്ത ഭാഷയില്ല, അദ്ദേഹത്തിന് അറിയാത്ത ലാംഗ്വേജ് ഇല്ല. എല്ലാ വിഷയങ്ങളിലും അഗ്രഗണ്യനായ ഒരു പണ്ഡിത തേജസ്സാണ് മഹാനായ ശംസുൽ ഉലമ. പാതിരിയുമായി സംവാദം നടക്കുമ്പോഴാണ് പാതിരി ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ ബനൂ ഇസ്രായേലിലെ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും പോലെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ, നിങ്ങളുടെ പ്രവാചകന്റെ, നിങ്ങളുടെ സമുദായത്തിലെ ആലിമീങ്ങൾ മൂസാ നബിക്ക് തുല്യനാണ്, ഈസാ നബിക്ക് തുല്യനാണ്, അതേപോലെ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് തുല്യരാണെന്ന് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ ആലിമീങ്ങൾ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് സമന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി മരിച്ചുപോയ ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാൻ കഴിയുമോ എന്ന് മഹാനായ ശംസുൽ ഉലമയോട് ചോദിച്ചപ്പോ ശംസുൽ ഉലമ പറഞ്ഞ മറുപടി, പാതിരി, മരിച്ചുപോയ മയ്യിത്തിനെ കൊണ്ടുവന്നാൽ ഞാൻ ജീവിപ്പിച്ചു തരാമെന്നല്ലേ. അന ഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്, മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നത് അല്ലാഹുവാണ്. പക്ഷേ ശംസുൽ ഉലമ എങ്ങനെയാണത് പറഞ്ഞത്? ശംസുൽ ഉലമ പറഞ്ഞു, പുണ്യാത്മാക്കൾ, മഹാന്മാരായ പ്രവാചകന്മാരുടെ മുൻകാലങ്ങളിൽ മരിച്ചുപോയ സലഫു സാലിഹീങ്ങളായ ഔലിയാക്കളുടെ ആത്മാക്കളുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സമ്മതത്തോടെയാണ് മരിച്ചുപോയ ആളെ ഞാൻ ജീവിപ്പിക്കാം, മയ്യിത്ത് കൊണ്ടുവരാൻ പറഞ്ഞത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയല്ല ഞാൻ പറയുന്നത്, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയല്ല പറയുന്നത്. നമ്മുടെ കേരളക്കരയിൽ വെച്ച് നടന്ന, അല്പം വർഷം മുമ്പ് നടന്ന സംഭവമാണ്. തള്ളിക്കളയുന്നവർ തള്ളിക്കളയാൻ വരട്ടെ, നിഷേധിക്കുന്നവർ നിഷേധിക്കട്ടെ. ശംസുൽ ഉലമ പറഞ്ഞു മയ്യിത്ത് കൊണ്ടുവരാൻ. പാതിരി തയ്യാറായില്ല, പാതിരി പേടിച്ചു പോയി. അവിടെ നിന്നാണ് ഇബ്രാഹിം മുണ്ടക്കൽ എന്ന് പറയുന്ന, ജോൺ മുണ്ടക്കൽ എന്ന് പറയുന്ന പാതിരി ഇബ്രാഹിം മുണ്ടക്കലായി മാറിയത്. ശംസുൽ ഉലമയുടെ നിന്ന് സംവാദം പഠിച്ചിട്ടാണ്, ശംസുൽ ഉലമയുമായി സംവാദം നടത്തിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്ക് പോറലേറ്റിട്ടില്ല, നമ്മുടെ വിശ്വാസങ്ങൾക്ക് ഭംഗമേറ്റിട്ടില്ല. ഇവിടെ ഒരാൾക്കും അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാൾക്കും സഹായിക്കാൻ കഴിയില്ല. അത് മക്കാമിൽ ചെന്നാലും, ഖബറുൽ സ്ഥാനിൽ ചെന്നാലും, ഔലിയാക്കളുടെ അടുത്ത് ചെന്നാലും, മഹാന്മാരുടെ അടുത്ത് ചെന്നാലും അവരൊക്കെ സഹായിക്കുന്നത് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ്, അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം നമ്മൾ ഒരിക്കലും മുശ്രിക്കീങ്ങളാവൂല. ശിർക്ക്, കൊട്ടക്കണക്കിന് ശിർക്കിന്റെ ആരോപണം ഉന്നയിക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. തൊട്ടാലും ശിർക്ക്, എണീറ്റാലും ശിർക്ക്, ഇരുന്നാലും ശിർക്ക്, കൈ പൊക്കിയാലും ശിർക്ക്, കൈ താഴ്ത്തിയാലും ശിർക്ക്. ഹോൾസെയിലായി ശിർക്ക് കൊടുക്കാൻ ചില ആളുകളുണ്ട്. അവരോടാണ് ഇത് പറയുന്നത്. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ആരാധിക്കുന്നില്ല. ഖിബ്ലയിലേക്ക് മുന്നിട്ട് സർവശക്തനായ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന കാലത്തോളം നമ്മൾ ഒരിക്കലും മുശ്രിക്കീങ്ങളാവൂല. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. ഇങ്ങനെ ഈ മൂന്ന് പേരുടെ ഈ സംഭവം കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷേ എന്നാലും ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. ചില ആളുകൾ പറഞ്ഞു, ഖാലൂ മാ അൻതും ഇല്ലാ ബശറും مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. അവർ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലേ, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലേ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? മാ അൻതും ഇല്ലാ ബശറും മിത്ലുനാ, ഞങ്ങളെപ്പോലെ തിന്നുന്ന, ഞങ്ങളെപ്പോലെ കുടിക്കുന്ന,
കുടിക്കുന്ന ഞങ്ങളെ പോലെ ഭാര്യയും മക്കളുമുള്ള നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ പ്രവാചകന്മാരായി വിശ്വസിക്കുന്നത്? ഇതിവര് പറയും. വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ മുടന്ത ന്യായങ്ങൾ പറഞ്ഞു മാറി നിൽക്കും. പക്ഷേ ഇനി നിങ്ങൾ ആലോചിക്കണേ, ഇവരിലേക്ക് മാലാക്കമാരെ പറഞ്ഞേച്ചാൽ, അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞേച്ചു, എന്നിട്ട് പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, ഞങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെന്ന് മലക്ക് പറഞ്ഞാൽ എന്താ നാട്ടുകാര് പറയാ? നിങ്ങൾക്ക് എന്തേ പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ലല്ലോ, നിങ്ങൾക്ക് അധ്വാനിക്കാനില്ലല്ലോ, നിങ്ങൾക്ക് ജോലിക്ക് പോവേണ്ടല്ലോ, നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോവേണ്ടല്ലോ, നിങ്ങൾക്ക് ഉറക്കമില്ലല്ലോ, നിങ്ങൾക്ക് ഭാര്യയില്ലല്ലോ, നിങ്ങൾക്ക് മക്കളില്ലല്ലോ, നിങ്ങൾക്ക് എന്തും പറയാലോ, നിങ്ങൾ ഞങ്ങളെ പോലെയല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വാദവുമായി പോയിക്കോളൂ എന്നാണ് നാട്ടുകാര് പറയാ. ഇനി മനുഷ്യനായപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയായാലും വിശ്വസിക്കാത്ത ഒരു കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നുമുണ്ട്, അന്നുമുണ്ട്, എന്നുമുണ്ടാകും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈമാനിന്റെ അലവരേശം പോലും അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയായി പോയത്. പക്ഷേ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, ഈമാൻ സലാമത്താക്കാൻ വേണ്ടി, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, മരിക്കുന്ന സമയത്ത് പിശാചിന്റെ ശല്യമില്ലാതെ മരിക്കാൻ വേണ്ടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴാണ് ഈ മൂന്നാളുകൾ പറഞ്ഞത്, ഖാലൂ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. അവര് പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും. നിങ്ങൾ വന്ന ശേഷം ഇവിടെ നാട്ടിൽ മഴയില്ല, നിങ്ങൾ വന്ന ശേഷം നാട്ടിൽ മഴയില്ല, നിങ്ങൾ ശകുനപ്പിഴയാണ്, നിങ്ങൾ അപലക്ഷണമാണ്. ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പോയില്ലെങ്കിൽ കല്ലെറിഞ്ഞ് നിങ്ങളെ ഓടിക്കുമെന്ന് ഇവർ പറയുകയാണ്. നിങ്ങൾ കാരണത്താൽ ഞങ്ങൾ ഇവിടെ മഴയില്ലാതെ പൊറുതികെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ് എന്ന് ഇവരോട് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ശകുനപ്പിഴയില്ല, ഞങ്ങളുടെ അടുത്ത് അപലക്ഷണമില്ല, നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തത് കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചതാണെന്ന് ഇവർ പറഞ്ഞു. ഇനി എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, എന്റെ ചെറുപ്പക്കാരോട്, സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞു, ഒരു പെണ്ണ് വീട്ടിലേക്ക് കടന്നു വന്നു. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലുള്ള ഉപ്പ മരിച്ചു പോയാൽ വീട്ടിൽ ചർച്ചയാണ്. പെണ്ണ് കയറിയത് മുതൽ വീട്ടിൽ അപകടമാണ്. എന്തിനാണ് സഹോദരി അള്ളാഹുവിന്റെ ഖലാഇനെ വീട്ടിലേക്ക് വന്ന മരുമകളുടെ തലയിൽ കെട്ടിവെക്കുന്നത്? ഇത് വെറുതെ പറയുകയല്ല. ഒരുപാട് വീടുകളിൽ നിന്ന്, ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന്, ഒരുപാട് നാടുകളിൽ നിന്ന് ഇങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന കഥകൾ കേട്ടതുകൊണ്ട് പറയുകയാണ്. വീട്ടിലേക്ക് കയറിയ ശേഷം ഉപ്പ മരിച്ചുപോയി ഒരാഴ്ച കൊണ്ട് പെണ്ണിന്റെ തലയിലേക്ക് എല്ലാവരും പഴിചാരുകയാണ്. വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഇവള് കഷ്ടമാണ്, ഇവൾ അപലക്ഷണമാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ. ഭർത്താവിന്റെ ജോലിയും പോയി, എല്ലാം ആ പെണ്ണിന്റെ തലയിലേക്ക്. എന്തിനാണ് പൊന്നുമോളെ, എന്തിനാണ് പെങ്ങളെ അള്ളാഹുവിന്റെ ഖലാഇനെ പെണ്ണിന്റെ തലയിൽ കെട്ടിവെക്കല്ല. ആ പെണ്ണ് ഉത്തരവാദിയല്ല. പെണ്ണ് വന്നാലും വന്നില്ലേലും അള്ളാഹുവിന്റെ ഖലാ അവിടെ നടക്കാതിരിക്കില്ല. പെണ്ണ് വന്നാലും ഇല്ലെങ്കിലും, മരുമകൾ വന്നാലും വന്നില്ലേലും അവിടെ അള്ളാഹുവിന്റെ ഖലാ നടക്കാതിരിക്കില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇനി കല്യാണം കഴിച്ചു കൊടുത്തു, ഒരു പൊന്നുമോളെ കല്യാണം കഴിച്ചു കൊടുത്തു, ഒരു മരുമകൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നു. വന്നിട്ട് ഒരാഴ്ചയാകുമ്പോഴേക്കും പെണ്ണിന്റെ ഉപ്പ മരിച്ചു പോയാൽ നിങ്ങൾ പറയുമോ ഈ ചെറുക്കനെ കെട്ടിയപ്പോഴാണ് അപകടം തുടങ്ങിയതെന്ന് പറയുമോ? അങ്ങനെ പറയാറില്ലല്ലോ. ഒരു മാസം കഴിഞ്ഞിട്ട് ഈ പെണ്ണിന്റെ ആങ്ങള ആക്സിഡന്റിൽ മരിച്ചുപോയി, നിങ്ങൾ പറയുമോ ഈ ചെറുക്കൻ കാരണമാണ് ഇവിടെ അപകടം ഉണ്ടായതെന്ന്? അപ്പൊ എല്ലാം പെണ്ണിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. എന്തേ ഈ ചെറുക്കന്റെ വിഷയത്തിൽ ഈ കാര്യം പറയാത്തത്? ഈ ചെറുക്കനും വീട്ടിലേക്ക് കയറിയപ്പോഴല്ലേ ഈ വീടിന്റെ പിതാവിന്റെ ബിസിനസ് നഷ്ടപ്പെട്ടത്, ജോലിയിൽ നിന്ന് പെണ്ണിന്റെ പിതാവിനെ പിരിച്ചുവിട്ടത്. അതുകൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന അപകടങ്ങൾ മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കല്ല പെണ്ണെ, കെട്ടിവെക്കല്ല കുടുംബക്കാരാ, കെട്ടിവെക്കല്ല സഹോദരിമാരെ. അത് അപകടം വിളിച്ചു വരുത്തുമെന്ന് മാത്രമല്ല, രക്ഷപ്പെടാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇന്ന സ്വദഖത തദ്ഫഉ, ഇന്ന സ്വദഖത തറുദ്ദുൽ ബലാ.
സ്വതക്ക നൽകണേ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം, അപകടങ്ങൾ വരാതിരിക്കാൻ, അള്ളാഹുവിന്റെ ശർറായ വിധിയിൽ നിന്ന്, ആക്സിഡന്റിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മക്കൾ മരിച്ചു പോകുന്നതിൽ നിന്ന്, ബിസിനസ് സാമ്രാജ്യം തകർന്ന് തരിപ്പണമാകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാന്യമായ രീതിയിൽ ദിവസേന നിത്യേന സ്വതക്ക നൽകണേ. കഴിയുന്ന ഒരു സ്വതക്ക നൽകി ദുആ ചെയ്യണേ. അള്ളാഹുവേ, ഞാൻ സ്വതക്ക നൽകിയിരിക്കുകയാണ്, നിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അപകടങ്ങളിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ. സ്വതക്കയാണ് അപകടങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, പക്ഷി ലക്ഷണം നോക്കാൻ പാടില്ല, പക്ഷി പറന്നാൽ യാത്ര ഒഴിവാക്കാൻ പാടില്ല. ഒരു മൈന കണ്ടാൽ അധ്യാപകന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും, 2 മൈന കണ്ടാൽ അടി വാങ്ങിക്കൂല. ഒരു വിശ്വാസം നമ്മുടെ നാട്ടിലില്ലേ? ഞാനൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. ഒരു മൈന കണ്ടാലേ രണ്ടാമതൊരു മൈന കാണാൻ വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഓടി നടക്കലാണ്. കാരണം എങ്ങാനും ഒന്ന് കണ്ടിട്ട് സ്കൂളിലെത്തിയാൽ ഇന്ന് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് അടി ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യും? രണ്ടാമതൊരു മൈന കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. സത്യത്തിൽ ആ കുട്ടിക്കാലത്ത് ഇന്നും ഈ വയസ്സായിട്ട് ആളുകൾ അതിങ്ങനെ പിന്തുടരുന്നുണ്ടോ എന്നാണ്. ഒരു സൂപ്പർസിഷൻ എന്ന് പറയില്ലേ, ഒരു അനാചാരം, ഒരു ആചാരം അല്ലെ, ഒരു എന്തായാലും പറയാ, അത് ഇന്നും പല ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഒരു വിഡ്ഢിത്തരാണ്. യാത്ര തുടങ്ങുമ്പോൾ പൂച്ച മുന്നിലൂടെ ഓടിപ്പോയി, യാ അല്ലാ ഇന്ന് യാത്ര ചെയ്താൽ പോയി, ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നില്ല. ഇന്നുണ്ടത്, അതൊക്കെ ഒഴിവാക്കണം, അതൊക്കെ വെറുതെയാണ്. പഠിച്ചോനെ ഇതൊക്കെ തീരുമാനിക്കുന്നത്. പൂച്ച അഡ്ഡം കടന്നു, പൂച്ച മറുകര കടന്നു, പൂച്ച പിന്നെ എന്താണ് കുറുകെ കടന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ അപകടങ്ങളൊന്നും ഉണ്ടാവൂല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവേ, ഞാൻ നിന്നെ പരമേൽപ്പിക്കുകയാണ്, ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇത് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയാൽ ഒരു പൂച്ചയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. അല്ലെ, പൂച്ചയ്ക്കൊന്ന് ഓടണ്ടേ? നാട്ടിലുള്ള പൂച്ചയ്ക്ക് ഏതെങ്കിലും വീട്ടിൽ ഉറങ്ങാനുള്ളതാണ്, അവർക്ക് ഓടി നടക്കണ്ടേ? അവർ ഓടുന്ന രീതിയിലൊന്ന് ഓടി, അപ്പൊ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഓടിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പൂച്ച ഓടിയത് കൊണ്ട് നിങ്ങൾക്കൊരു അപകടം, ഒരു ചുക്കും വരും. ഇനി കഷ്ടകാലം പൂച്ച ഓടിയ ദിവസം എങ്ങാനും എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ പിന്നെ അതങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്തു പൂച്ച തന്നെയാണ് അപകടം ഉണ്ടാക്കിയത്. കുഫ്റിലേക്ക് അത് നയിക്കും. അല്ലാഹു കാക്കട്ടെ. വീട്ടിൽ കാക്ക കരയാറുണ്ട്, നമ്മുടെ കാക്കച്ചി കരയാറുണ്ട്. കാക്കച്ചി കരഞ്ഞാൽ എന്തായാലും ഇന്ന് വിരുന്നിന് വരുന്ന അതിഥികൾ വരുന്ന ഒരു വിശ്വാസം അത് വരാറുണ്ട്. കട്ടകാലത്ത് പലപ്പോഴും വരാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച കാക്ക കരഞ്ഞാൽ അതിഥി വരും. സത്യത്തിൽ കാക്ക കരഞ്ഞതുകൊണ്ടാണ് അതിഥി വരുന്നത്? അല്ല. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവരുത്. എല്ലാം റബ്ബിലേക്ക് ചേർക്കുക, മനുഷ്യന്മാരിലേക്കോ മൃഗങ്ങളിലേക്കോ ചേർക്കരുത്. മൂങ്ങ കരഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകുന്നുള്ള ഒരു വിശ്വാസം, ഈ ഒരു വിശ്വാസം നിങ്ങൾ ഇങ്ങനെ പക്ഷി ലക്ഷണം ഒന്നും നോക്കരുത്. ഇതൊക്കെ തെറ്റാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവരിങ്ങനെ വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ആളുകൾ വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രവാചകന്മാരാണ്, ഈസാ നബിയുടെ ദൂതന്മാരാണ്. മറ്റുള്ള ആളുകൾ നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടോളണം, ഇല്ല നിങ്ങൾ ഓടിച്ചു വിടുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാൻ. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ ഒരു വയസ്സനായ ആട്ടിടയൻ ഓടി വരുന്നത്. അയാൾ മുസ്ലിമാണല്ലോ. അയാൾ തന്റെ മകന് ശിഫ നൽകിയപ്പോൾ മുസ്ലിമായ സാഹിബ് യാസീൻ ഹബീബുൻ നജ്ജാർ കടന്നു വന്നിട്ട് من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين. എന്തിനാണ് നാട്ടുകാരെ പൈസ വാങ്ങാതെ വാദ പറയുന്ന ഇവരെ നിങ്ങൾ കുറ്റം പറയുന്നത്? ഇവര് പൈസ വാങ്ങുന്നില്ലല്ലോ, ഇവര് കാശ് വാങ്ങുന്നില്ലല്ലോ. കാശ് വാങ്ങാൻ വന്നതാണെങ്കിൽ നമ്മൾ ഓടിച്ചുവിടാം. ഇവര് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി പറയുന്നതല്ലേ? ഇവർക്ക് ഇങ്ങനെ വാദ പറഞ്ഞത് കൊണ്ട് വല്ല നേട്ടവും ലഭിക്കാനുണ്ടോ? വല്ല നേട്ടവും ലഭിക്കാനുണ്ടോ? ഇവരുടെ സമയം നഷ്ടമായി എന്നല്ലാതെ, ഇവർക്ക് ജോലിക്ക് പോവാൻ പറ്റൂല എന്നല്ലാതെ, ഇവർക്ക് നിങ്ങളെ നന്നാക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത്?